നമ്മൾ ലിമിറ്റഡ് ആർട്ടിക്കിൾസ് ആയിരുന്നു. ബട്ട് ദ ആർട്ടിക്കിൾസ് ഇപ്പോൾ തന്നെ നോക്കി കഴിഞ്ഞാൽ വേണമെങ്കിൽ 10 million പോയിട്ടുണ്ടാവും. ആ ആർട്ടിക്കിൾ നമ്മൾ ബൂസ്റ്റ് ചെയ്തിട്ട്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുന്ന 5,000 ഇൻസ്റ്റാൾസ് പെർ ഡേ. ഈ ഷോ കാണുന്ന ആൾക്കാർ കുറേ ഇ-കൊമേഴ്സ് ബ്രാൻഡ്സ് ആയിരിക്കും. അവരൊന്നും ഈ പറഞ്ഞ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള കാര്യം അവെയർ അല്ല. കുറേ ആൾക്കാർ ആൻഡ് അവരൊക്കെ ഈ പറഞ്ഞ CROനെ പറ്റി പറയുന്നുണ്ട്. അതാണ് ഞാൻ വിചാരിച്ചത്. പറഞ്ഞാൽ അവരെല്ലാവരും ഈ പെർഫോമൻസ് മാർക്കറ്റിൽ ആ സ്റ്റൈൽ തന്നെയാണ് വിചാരിച്ചത്. ബ്ലൂ ടൈഗ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നുണ്ട്. നിഹാൽ വിളിച്ചു ചോദിച്ചു നിനക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ കൊടുത്തൂടെ, ഞാൻ വിടുന്നുണ്ട്. ഒരു പെട്ടി ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. ഗൈസ്, അടുത്ത പോഡ്കാസ്റ്റ് തുടങ്ങുകയാണ്. ഇന്ന് ഈ പോഡ്കാസ്റ്റിൽ നമ്മൾ എങ്ങനെ ഗ്രോത്ത് ഹാക്കിംഗ് ചെയ്യാം. നമ്മളെ വെബ്സൈറ്റിലേക്ക് നമ്മൾ കുറേ കസ്റ്റമേഴ്സിനെ ഓൾറെഡി കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഈ കസ്റ്റമേഴ്സിൽ ഒരു വളരെ ചെറിയ ശതമാനം മാത്രമേ കൺവേർട്ട് ആവുള്ളൂ. എങ്ങനെ നമുക്ക് കൂടുതൽ ഇപ്പോൾ 100 പേരെ നമ്മളെ വെബ്സൈറ്റിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ എങ്ങനെ 2 കൺവേർട്ട് ചെയ്യാം, 3 ആൾക്കാരെ കൺവേർട്ട് ചെയ്യാം, 4 ആൾക്കാരെ കൺവേർട്ട് ചെയ്യാം. ഇതിനാണ് നമ്മൾ കൺവേർഷൻ റേറ്റ് ഒപ്റ്റിമൈസേഷൻ, ഗ്രോത്ത് ഹാക്കിംഗ് എന്നൊക്കെ പറയാം. അതിൻ്റെ കേരളത്തിലെ ഏറ്റവും ബിഗസ്റ്റ് എക്സ്പേർട്ടാണ് ഫെലിക്സ്. താങ്ക് യു. ആദ്യം നമുക്ക് ഫെലിക്സിൻ്റെ ആ ഒരു ജേണി മാപ്പ് ചെയ്യാം, എന്നിട്ട് നമ്മൾ കൂടുതൽ സ്പെസിഫിക്സിലേക്ക് പോകും. ഫെലിക്സ്, എവിടെ നിന്നാണ് ആക്ച്വലി തുടങ്ങണത് യുവർ ഓൺടർപ്രീനിയറൽ ജേണി? സാർ എന്താ പറഞ്ഞേ? 4ാമത്തെ വളവില് കയറ്റം കയറിയിട്ട് റൈറ്റ് സൈഡിലില്ല 3ാമത്തെ വീടോ? ഓക്കെ സാർ നോക്കട്ടെ. ഇനിയിപ്പോൾ ലൊക്കേഷൻ വലിയൊരു പ്രശ്നമാണ്. കണ്ടില്ലേ, നിങ്ങളെ ഡ്രൈവർ ഡെലിവറി ചെയ്യാൻ പോകുമ്പോൾ ലൊക്കേഷൻ ഇല്ല, കസ്റ്റമർ അവരെ കഷ്ടപ്പെടുത്താണ്. 10 ഡെലിവറി ചെയ്യേണ്ട ഒരു ഡെലിവറി ആള് 5 ഡെലിവറിയും ചെയ്തു വരും. നിങ്ങളെ കാശും പോവും, ഡെലിവറി കറക്റ്റ് നടക്കുമില്ല, ആ സാധനം റിട്ടേൺ പോകും. അത് സോൾവ് ചെയ്യുന്ന ആപ്പാണ് പിൻ പോയിന്റ്ലി. പോവുക, ചെക്ക് ചെയ്യുക, താഴത്ത് ലിങ്ക് ഉണ്ട്, അവിടെ പോയാൽ ഡൗൺലോഡ് ചെയ്യാം. Maybe welcome and thanks again Shan for hosting me. അപ്പോൾ നമ്മുടെ ബാക്ക് വെൻ ഐ വാസ് ഇൻ കോളേജ് ആയിരിക്കും വുഡ് ബി മൈ സ്റ്റാർട്ടിങ് പോയിന്റ്. അപ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തായിരിക്കും അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്. ഞാൻ നല്ല റാങ്കൊക്കെ കിട്ടി, ലെസ് ദാൻ 1000 റാങ്കിലൊക്കെ കേരള എൻട്രൻസ് ഒക്കെ കിട്ടിയിട്ട് പഠിപ്പിച്ചായിരുന്നു. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ കമ്പ്യൂട്ടർ സയൻസിൽ ജോയിൻ ചെയ്തു. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ മൈൻഡിലൊക്കെ ഗൂഗിളിൽ CEO ആവണം, ലൈക്ക് ആ ഒരു മോഡിലാണ് ഹോൾ മൈൻഡ് സെറ്റ് വാസ്, റൈറ്റ്. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. പക്ഷേ ഞാൻ ഫസ്റ്റ് ഇയർ തന്നെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കോഡിങ് ആൻഡ് എവറിത്തിങ് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ, റൈറ്റ്. അപ്പോൾ അത് ട്രൈ ചെയ്യുമ്പോൾ എത്ര ട്രൈ ചെയ്തിട്ടും എൻ്റെ ബ്രെയിൻ വർക്ക് ആവണില്ല. ഇറ്റ്സ് ഹീറ്റിംഗ് അപ്പ് മൈ തിങ്, ഐ എം നോട്ട് എൻജോയിങ് ഇറ്റ്, റൈറ്റ്. അപ്പോൾ പക്ഷേ ആസ് യു ആർ ഇൻ ദ ടോപ്പ് കോളേജസ് ഇൻ കേരള ആൻഡ് ഡൂയിങ് എ കമ്പ്യൂട്ടർ സയൻസ്, യു ആർ എക്സ്പെക്റ്റഡ് ടു ബി what they wanted to be, right. അപ്പോൾ നമ്മൾ മൈൻഡിൽ തന്നെ ഒരു ബ്ലോക്കർ ഉണ്ട്, ഞാൻ പഠിച്ചത് ഇതാണ്, അതുകൊണ്ട് യു ഹാവ് ടു ബി വർക്കിംഗ് ആസ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ആ രീതിയിലായിരിക്കും ട്രാക്ക്. ബട്ട് ദെൻ ഐ തോട്ട് ടു മൈ സെൽഫ്, ഇഫ് ദിസ് ഈസ് വാട്ട് ഐ വാണ്ട് ടു ഡു, ലൈക്ക് ഇത് കണ്ടിന്യൂ വുഡ് ഐ ലവ് മൈ സെൽഫ് ഓർ ലൈക്ക് ടു ഡു ഇറ്റ്, റൈറ്റ്. സോ അപ്പോൾ അങ്ങനെ ഒരു സോൾ സെർച്ചിങ് ജേർണി ആയിരുന്നു. ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ലൈക്ക് ഐ നീഡ് ടു ഫിഗർ ഔട്ട് വാട്ട് ഐ എം റിയലി ഗുഡ് അറ്റ്, റൈറ്റ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഐ വാസ് ഓൾവേസ് ഔട്ട്സൈഡ് കോളേജിലുള്ള കുറേ ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആയിരുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അന്ന് ബാക്ക് ഇൻ ഡേ കേരള സ്റ്റാർട്ടപ്പ് വില്ലേജ് ഒരു പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നു. ലൈക്ക് കേരളത്തിലുള്ള ടോപ്പ് 20 ടീംസിനെ സെലക്ട് ചെയ്തിട്ട് ഒരു 6 months ഇൻക്യുബേഷൻ പ്രോഗ്രാം, which includes they give you MacBook, iPhone, Kindle, everything to work on a product. ആ സമയത്ത് നമ്മൾ was one of the team that got selected on that program. അപ്പോൾ അവിടെ നമ്മൾ എക്സ്പോസ്ഡ് ആയി, we got exposed to the എന്താ പറയുക meeting the chief minister and getting the startup box kit which includes. അപ്പോൾ അവിടെ നമ്മൾ പ്രൊഡക്റ്റ് മേൽ വർക്ക് ചെയ്തു. അപ്പോൾ അവിടെ ഞാൻ ബാക്ക് എൻഡ് നമ്മൾ കോഡ് ചെയ്ത സമയത്താണ് എനിക്ക് മനസ്സിലായി ഇറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ, ബട്ട് ഐ ലൈക്ക് ടു ഡു സർട്ടൻ അതർ തിങ്സ് ലൈക്ക് ടീം മാനേജിങ് ടീം പ്ലസ് ഒപ്പം തന്നെ മാർക്കറ്റിംഗ്. ഫോർ എക്സാമ്പിൾ ദാറ്റ്സ് വേർ ഐ റിയലൈസ്ഡ് വെൻ ഐ ലുക്ക് അറ്റ് എനി പ്രൊഡക്റ്റ്, ഫണ്ടമെൻ്റലി എൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് 2 ദിശയിലാണ്. ഒന്നെങ്കിൽ ഹൗ ടു റീച്ച് മോർ പീപ്പിൾ, ഒപ്പം തന്നെ ഈ വന്ന ആൾക്കാരെ എങ്ങനെ കൺവേർട്ട് ചെയ്യും, ഈ 2 ഡയറക്ഷനിലേക്ക് എൻ്റെ ബ്രെയിൻ ചിന്തിക്കുള്ളൂ. സോ ദാറ്റ്സ് വെൻ ഐ റിയലൈസ് ദാറ്റ്. പക്ഷെ അന്ന് ഇപ്പോൾ നോക്കുമ്പോൾ മേ ബി ദാറ്റ് മൈ ബി ദ പോയിന്റ്, പക്ഷേ അന്നത്തെ ക്ലിയർ ആയിരുന്നില്ല ഇഫ് ദാറ്റ് ഈസ് ദ തിങ്, റൈറ്റ്. അപ്പോൾ പിന്നെ കോളേജ് കണ്ടിന്യൂ ചെയ്തു പോയി. ഒപ്പം തന്നെ പല സൈഡ് ഗിഗ്സും ഡിജിറ്റൽ മാർക്കറ്റിംഗ് സാധനങ്ങളൊക്കെ ഞാൻ ചെയ്തു പോയിട്ടുണ്ടായിരുന്നു. അൾട്ടിമേറ്റ്ലി ഞാൻ ഒരു ഡിസൈഡ് ചെയ്തു. ഒപ്പം തന്നെ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് ഐ യൂസ് ടു ഡു ഇന്റേൺഷിപ്സ്. ഇപ്പോൾ ചെറിയ സ്റ്റാർട്ടപ്പ്സുകളൊക്കെ ഇന്റേൺഷിപ്പ് ചെയ്യാം. സോ ഇറ്റ്സ് ലൈക്ക് ഫോർ ദ എക്സ്പോഷർ രീതിയിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഐ യൂസ് ടു വർക്ക് വിത്ത് ആപ്പ് മേക്കർ. ആ സമയത്ത് ഞാൻ സെലീൻ്റെ ആപ്പ് മേക്കർ, യെസ്. അപ്പോൾ ഞാൻ വീക്കെൻഡ്സ് ഒക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് കൊച്ചിക്ക് ട്രെയിൻ കയറിയിട്ട്
ഇവിടെ വരും. എന്നിട്ട് ഇവരുടെ ഒപ്പം ആയിരിക്കും വീക്കെൻഡ് സ്പെൻഡ് ചെയ്തിട്ടാണ് തിരിച്ച് ഞാൻ മൺഡേ ക്ലാസ്സിലേക്ക് പോകാറ്. അപ്പോൾ ആ പീരീഡ് ഓഫ് ടൈമിൽ ഐ യൂസ് ടു ഡു സ്മോൾ മിനിൽ തിങ്സ് ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇമെയിൽ റൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ബ്ലോഗ് റൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിന് വേണ്ടി ആൾക്കാർ ഇമെയിൽ അയക്കുക. അപ്പം അങ്ങനെ ബഞ്ച് ഓഫ് ആക്ടിവിറ്റീസ്, റാൻഡം ആക്ടിവിറ്റീസ് ആണ്. പക്ഷേ ചില കാര്യങ്ങൾ ചെയ്തപ്പോൾ ഐ ആം ക്വൈറ്റ് ഗുഡ് അറ്റ് ദാറ്റ് എന്ന് എനിക്ക് മനസ്സിലായി. ഫോർ എക്സാമ്പിൾ ഇമെയിൽ അയച്ച് വീഴ്ത്താം. സോ ഐ ക്യാൻ ലിറ്ററലി ഇമെയിൽ അയച്ച് ആരാണെങ്കിൽ വീഴ്ത്താൻ പറ്റും. ദാറ്റ്സ് മൈ കോർ തിങ്. ഇവൻച്വലി യു വിൽ ലേൺ ഹൗ ഐ ഡിഡ് ദാറ്റ് ആസ് വെൽ, റൈറ്റ്? സോ അപ്പോൾ ഐ റിയലൈസ്ഡ് my sweet spot അല്ലെങ്കിൽ my set of skill is in some subset of things I tried upon, which is the balance of community management, marketing, growth, product. ഈ ഒരു സബ്സെറ്റിൻ്റെ ഉള്ളിലാണ് എൻ്റെ ഒരു സ്കിൽ സെറ്റ് കിടക്കുന്നത്. ബാക്ക് ഇൻ ദ ടൈം ഞാനൊരു വേറൊരു ഇന്റേൺഷിപ്പ് ചെയ്തതായിരുന്നു. എൻ്റെ കോളേജിൽ നിന്ന് കമ്പനി ഉണ്ടായിരുന്നു, ബെഞ്ച് മാർക്ക് KTU എന്ന് പറയും. അപ്പോൾ അവർ KTU വീഡിയോ ലെക്ചേഴ്സൊക്കെ ചെയ്യുന്ന ഒരു ആപ്പായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു ആപ്പ് ലോഞ്ച് ചെയ്തു. എൻ്റെ ക്ലാസ്മേറ്റ്സ് തന്നെയായിരുന്നു അതിൻ്റെ ഫൗണ്ടേഴ്സൊക്കെ. അപ്പോൾ അവരെന്നോട് ജസ്റ്റ് ബിക്കോസ് ഐ നോ ഐ ഹാവ് ബീൻ ഇൻവോൾവ് ഇൻ സം ഗ്രോയിങ് ഓഫ് ആപ്സ് ആൻഡ് എവറിത്തിങ്. അപ്പോൾ അതായത് അവർ കോൺടാക്ട് ചെയ്തു. ദെൻ ഐ ഡിഡ് സം ലൈക്ക് ഹാക്ക് ഫോർ ദം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മലയാളത്തിൽ ഇമെയിൽ അയക്കാം. ഫോർ എക്സാമ്പിൾ നോ വൺ ഹാസ് തോട്ട് അബൌട്ട് ഇറ്റ്. അടിപൊളി. എല്ലാവരും ഇംഗ്ലീഷിലാണ് ഇമെയിൽ അയക്കുന്നത്. വാട്ട് ഇഫ് യു കുഡ് ഇമെയിൽ ഇൻ മലയാളം, റൈറ്റ്? എൻ്റെ ഒപ്പം തന്നെ എക്സാം കഴിയുമ്പോൾ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, ലൈക്ക് യു ആസ്ക് ദം ആസ് എ സബ്ജക്റ്റ്, ലൈക്ക് ദേ ഡോണ്ട് എക്സ്പെക്ട് എനി വൺ ടു ഡു ദാറ്റ്, റൈറ്റ്? അത് അടിപൊളി ഹാക്കാണല്ലോ, റൈറ്റ്? ഒപ്പം തന്നെ ഇവിടെ നിന്ന് ആ ഒരു കമ്മ്യൂണിറ്റി, ലെറ്റ്സ് സേ ആ ആപ്പ് ഗ്രോ ചെയ്യേണ്ടത് എല്ലാ KTU കോളേജസിലേക്കായിരുന്നു. അപ്പോൾ വാട്ട് വി ഡിഡ് വാസ് ഒരു കമ്മ്യൂണിറ്റി പോലെ ഫോം ചെയ്തു. ലൈക്ക് ഈ പറഞ്ഞ ഇനീഷ്യൽ ആൾക്കാർക്ക് ഇമെയിൽ അയച്ചിട്ട് അവർക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. എന്നിട്ട് ത്രൂ ദം നമ്മൾ ആ ഒരു മാർക്കറ്റിംഗ് മെറ്റീരിയൽ സർക്കുലേറ്റ് ചെയ്തു. സോ എഫക്റ്റീവ്ലി ഒരാളെ ഒരു കോളേജ് കിട്ടി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ ടാപ്പ് ഇൻ ചെയ്യാൻ പറ്റിയൊരു ഒരു GTM എന്നൊക്കെ പറയാം. എക്സാക്ട്ലി. അപ്പോൾ അതിന് അന്ന് അങ്ങനെ പേരൊന്നും എനിക്ക് അറിയില്ല, ബട്ട് ദാറ്റ് വാസ് ദ തിങ്. സോ അന്ന് ഐ തിങ്ക് അറൌണ്ട് 45 ഡേയ്സിൽ 10,000 ഇൻസ്റ്റാൾസ് എന്തുവാണ് അന്ന് ബാക്ക് ഇൻ 2017-18 സമയത്താണത്. സോ ദാറ്റ് വാസ് അങ്ങനെ പലതും ഞാൻ ട്രൈ ചെയ്യായിരുന്നു. സോ ഇറ്റ് ഓൾവേസ് വാസ് ഒരു പ്രൊഡക്റ്റ് ആരെങ്കിലും കൊണ്ടുവന്ന് പറയുമ്പോൾ എഫക്റ്റീവ്ലി എൻ്റെ ബ്രെയിൻ ചിന്തിക്കുക, ഓക്കെ ഹൗ ഡു ദേ ഫൈൻഡ് യൂസേഴ്സ്, അല്ലെങ്കിൽ ഈ യൂസർ വന്ന ആൾക്കാരെ എങ്ങനെ കസ്റ്റമർ ആക്കാം. ഈ രണ്ട് പില്ലർ ഓഫ് അതായത് എങ്ങനെ പുതിയ യൂസേഴ്സിനെ കൊണ്ടുവരാം, ആ യൂസേഴ്സിനെ എങ്ങനെ നമ്മളെ റവന്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാം. എക്സാക്ട്ലി. അപ്പോൾ ആ രീതിയിലാണ് ഫണ്ടമെന്റലി ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്. സോ ഇറ്റ്സ് ഹൗസ് ലൈക്ക് ഒരു n നമ്പർ ഓഫ് വേസ് ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. മൈറ്റ് ബി n നമ്പർ ഓഫ് വേസ് യു കുഡ് ഡു ടു ബ്രിങ് ദാറ്റ് ഔട്ട്, ബീറ്റ് എനി പ്രൊഡക്റ്റ്. അപ്പോൾ അത് ഫിഗർ ഔട്ട് ചെയ്ത് അതിൽ ഡബിൾ ഡൗൺ ചെയ്യുന്നതിലാണ് വിച്ച് ഐ ബുക്കും എക്സ്പെർട്ടീസ് ഓവർ ദ. അത് അപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇതാണ് എൻ്റെ കോർ. ശരിക്കും അത് മനസ്സിലായത് ഏത് സമയത്താണ്? ശരിക്കും മനസ്സിലായത് ഐ വാസ് ഗിവൺ ദ ഓപ്ഷൻ ടു ഐദർ വർക്ക് ഫോർ TCS, അതായത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് അവിടെ വർക്ക് ചെയ്യാം, ഓർ ഐ ഹാവ് ഗിവൻ ദ ഓപ്ഷൻ ടു വർക്ക് വിൻ ആപ്പ് മേക്കർ ആസ് എ ഗ്രോത്ത് മാർക്കറ്റർ. അപ്പോൾ ഈവൻ ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ഇൻട്രസ്റ്റ് പോയായിരിക്കും വുഡ് ബി സാറ്റിസ്ഫൈങ് രീതിയിൽ. അപ്പോൾ അവിടെ ഒരു കോൾ എടുത്തു. ഇറ്റ് വാസ് എ വെരി എന്താ പറയുക വീട്ടുകാരോട് സംസാരിച്ചു വെദർ ഐ വാണ്ട് ടു ഗോ ഫോർ TCS ഇസ് എ വെരി ഗുഡ് കമ്പനി, ലൈക്ക് അവിടെ പക്ഷേ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആണ്. അപ്പോൾ സോ യു ആർ ക്യാമ്പസ് പ്ലേസ്മെന്റ് ത്രൂ വരുന്നതാണ്. പിന്നെ അങ്ങോട്ട് ഫുൾ അവരൊരു ഗ്രൂമിങ് സ്ട്രക്ചർ ആണ്. അതെ. അപ്പോൾ ഞാൻ എന്തിനാലും വുഡ് ഐ ലൈക്ക് എന്താ പറയുക റിഗ്രറ്റ് മിനിമൈസേഷൻ ടെക്നിക്ക് പറയില്ലേ, ജെഫ് ബെസോസ് ഒക്കെ പറയില്ലേ, അപ്പോൾ അതേപോലെ ഒരു സിസ്റ്റം നോക്കിയപ്പോൾ ഐ വുഡ് പ്രോബ്ലി റിഗ്രറ്റ് മൈ സെൽഫ് ഇഫ് ഐ ചോസ് ദാറ്റ് പാത്ത്. അപ്പോൾ ഞാൻ ആപ്പ് മേക്കറിൽ വർക്ക് ചെയ്തു. അപ്പോൾ ആപ്പ് മേക്കർ വാസ് ഐ വുഡ് സേ ദ ബിൽഡിംഗ് ബ്ലോക്ക് ഫോർ മൈ എക്സ്പ്ലോറേഷൻ. അപ്പോൾ അവിടെ ആണെങ്കിലും എല്ലാവരും ടെക്കീസ് ആയിരുന്നു. ഐ വാസ് എ നോൺ ടെക്നിക്കൽ ഫസ്റ്റ് പേഴ്സൺ. അപ്പോൾ യു ഹാവ് ദ ഹോൾ സ്പേസ് ഫോർ യുവർ സെൽഫ് ടു ട്രൈ, എക്സ്പെരിമെൻറ്റ്, ഫെയിൽ, റിപ്പീറ്റ്. അപ്പോൾ അവിടെയായിരുന്നു എൻ്റെ ഫസ്റ്റ് ജോബ്. അതിൻ്റെ മുമ്പ് ആപ്പ് മേക്കറിൽ ഇന്റേൺഷിപ്പ് ചെയ്തിരുന്നു. യെസ്. വീട്ടിൽ പാരൻസിനും സംസാരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അല്ല, ഞാനിത് വീക്കെൻഡ്സ് കൊച്ചിക്ക് വരും. സോ ദാറ്റ്സ് ഹൗ ഞാൻ എൻ്റെ തന്നെ ഒരു ട്രൈബിനെ ബിൽഡ് ഔട്ട് ചെയ്യുന്ന ഒരു കേരള പേജിൻ്റെ കേരള ഡേയ്സ് എന്ന് പറയാം. അപ്പോൾ അവിടെ തന്നെ ഓരോ മീറ്റപ്പിനൊക്കെ ആയിട്ടും പലതിനൊക്കെ ആയിട്ടും ഞാൻ പല ആൾക്കാരായിട്ട് മീറ്റ് ചെയ്യാൻ പോകാറുണ്ട്. സോ എഫക്റ്റീവ്ലി മീറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഐ നീഡ് എ പ്ലേസ് ടു ക്രാഷ്, റൈറ്റ്? അപ്പോൾ ആപ്പ് മേക്കറാണ് എന്നെ അക്കോമഡേറ്റ് ചെയ്തത്. അപ്പോൾ നോക്കിയപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാം. ദാറ്റ്സ് എ ഹോൾ തിങ്. ഐ ഡിഡ്ന്റ് മേക്ക് മണി ഓർ എനിത്തിങ്. ഇറ്റ് വാസ് ജസ്റ്റ് ഔട്ട് ഓഫ് ഇൻട്രസ്റ്റ് ആസ് വെൽ ആസ് ഇത്. അങ്ങനെ ഞാൻ ഒരു ഫിഗറിംഗ് ഔട്ടാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഐ ആം ക്വൈറ്റ് ഗുഡ്. അപ്പോൾ ഇവർ പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ലൈക്ക് മൈ ബ്രെയിൻ വർക്ക്സ് ഇൻ എ ഫണ്ടമെന്റലി ഡിഫറെന്റ് വേ ദാൻ എ ടെക്കീസ്. ഓക്കെ. അപ്പോൾ അവിടെ വർക്ക് ചെയ്തു, ആപ്പ് മേക്കറിൽ വർക്ക് ചെയ്തു. എന്നിട്ട് മാർക്കറ്റിംഗ് യു ട്രൈ ടു ആ ആപ്പ് മേക്കറിൽ കൂടുതൽ ആൾക്കാരിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ളത് ഫിഗർ ഔട്ട് ചെയ്തു അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ ചെയ്ത കുറച്ച് ഹാക്സ് ഞാൻ ഷെയർ ചെയ്യാം. അവിടുത്തെ ഹാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ മോസ്റ്റ്ലി ഓർഗാനിക് SEO ആയിരുന്നു അവിടുത്തെ ഒരു ഡ്രൈവിംഗ് ട്രാഫിക്. ഈവൻ നമ്മളൊരു ആക്ടിവിറ്റി പോലെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ 2 മാസം വരെ പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്യും, വിച്ച് ബ്രിങ്സ് ഇൻ ദ ട്രാഫിക് ടു ദ വെബ്സൈറ്റ്. ഇപ്പോൾ എക്സാമ്പിൾ ആണെങ്കിൽ അന്നൊരു PWA പ്രോഗ്രസീവ് വെബ് ആപ്പിനൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഒരു മൊബൈൽ വെബ്സൈറ്റിനെ ആപ്പ് ആക്കാനൊരു സിസ്റ്റം ആയിരുന്നു. അപ്പോൾ അത് ഏതൊരു എന്താ പറയുക ഓപ്പൺ സോഴ്സ് സംഭവം വന്നു, വിച്ച് ക്യാൻ ക്രിയേറ്റ്
ആ വെബ്സൈറ്റിനെ ഒരു APK ഫയൽ ആക്കാൻ ഒരു സിസ്റ്റം വന്നു. PWT ആണോ ഡൊമൈനും നിങ്ങൾ വാങ്ങിച്ചു? അതെ, യെസ്. PWT എക്സാക്ട്ലി. സോ അന്ന് ലോഞ്ച് ചെയ്തു. ഇറ്റ് ഗോട്ട് റീൽ. ഇപ്പോഴും ഐ തിങ്ക് പീപ്പിൾ കം ടു ദാറ്റ് പേജ്, ബ്രിങ്സ് ഇൻ ട്രാഫിക് ഫോർ ദ ആപ്പ് മേക്കർ. അപ്പോൾ അത് വൺ ഓഫ് ദ ഹൈലി ട്രാഫിക് ഡ്രൈവ് ചെയ്യുന്ന പ്രൊഡക്റ്റും കൂടിയാണ്. അപ്പോൾ ഇതുപോലെ പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്യുക, പിന്നെ തന്നെ അക്വിസിഷൻ ചാനൽസ് ബിൽഡ് ചെയ്യുക. പല രീതിയിലും ഓർഗാനിക് ആയിട്ടും വീഡിയോ കണ്ടന്റ്സ് ഉണ്ടാക്കാം, യൂട്യൂബിലാണെങ്കിലും. ഒപ്പം തന്നെ ബ്ലോഗ്സ് പോലെ ബ്ലോഗ് ആർട്ടിക്കിൾസ് എഴുതുക, പിന്നെ ഒപ്പം തന്നെ ഇമെയിൽ പാർട്ട്ണർഷിപ്സ് ഫോം ചെയ്യുക. അപ്പോൾ ബേസിക്കലി എക്സ്പ്ലോറിങ് ഡിഫറെൻറ്റ് തിങ്സ്. അപ്പം തന്നെ അവിടെ ഒരു ഇൻസൈറ്റ് വിച്ച് ഇവൻച്വലി ലെറ്റ് മീ ടു സ്റ്റാർട്ട് വാട്ട് ഇറ്റ് ഇസ് റൈറ്റ് നൗ. അപ്പോൾ അവിടെ ബേസിക്കലി ഈ കൊമേഴ്സ് സൈറ്റുകൾ മൊബൈൽ ആപ്പാക്കി മാറ്റാണ് ചെയ്യുന്നത്. വൺസ് ദേ ആർ ഇൻ ദ മൊബൈൽ ആപ്പ് സ്പേസ്, അപ് ടു മോർ ദാൻ 50% ഓഫ് ദ റവന്യൂ കംസ് ഫ്രം ദ മൊബൈൽ ആപ്പ്. അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. സോ വി ഗെറ്റ് ടു സീ ദ ഹോൾ ഡാറ്റ ആൻഡ് എവറിത്തിങ്. അപ്പോൾ അവിടെ ബിഗ്ഗർ ക്ലയൻസ് ഉണ്ട്, ലൈക്ക് ദ ക്ലയൻസ് ദാറ്റ് മേക്ക് 10,000 20,000 ഓർഡേഴ്സ് പെർ മന്ത്. അപ്പോൾ അവർ ഡാറ്റ വെച്ചിട്ട് നമുക്ക് ഐ വാസ് സപ്പോസിംഗ്ലി എന്താ വെച്ച് കഴിഞ്ഞാൽ മൈ റോൾ വാസ് വൺ റോൾ വിച്ച് ഐ ടുക്ക് അപ്പ് മൈസെൽഫ് വാസ് ഈ മൊബൈൽ ആപ്പായി ക്രിയേറ്റ് ചെയ്ത ആൾക്കാർക്ക് എങ്ങനെ കൂടുതൽ റവന്യൂ ഡ്രൈവ് ചെയ്യാൻ പറ്റും. അതെ. അപ്പോൾ അവിടെ ഞാനൊരു കൈൻഡ് ഓഫ് ഇൻവോളണ്ടറി കൺസൾട്ടേഷൻ പോലെ ഐ യൂസ് ടു ഹെൽപ്പ് ദ ബ്രാൻഡ്സ്. ഓക്കെ, ഇങ്ങനെ രീതിയിൽ ബാനർ വയ്ക്കാം, ഇങ്ങനെ രീതിയിൽ ചെയ്യാം, പുഷ് നോട്ടിഫിക്കേഷൻ അയക്കാം, ലൈക്ക് ആ ഒരു സ്ട്രാറ്റജൈസ് ചെയ്ത് കൊടുക്കുമായിരുന്നു. ലൈക്ക് ബിക്കോസ് ഐ ലൈക്ക് ടു ഡു ഇറ്റ്, റൈറ്റ്? ദാറ്റ്സ് തിങ്. ഓക്കെ. അപ്പോൾ അവിടുന്ന് ശരിക്കും കൺവേർഷൻ, അതായത് ഇതുവരെ ട്രാഫിക് PWT APK ഒക്കെ തുടങ്ങിയത് ട്രാഫിക് കൂട്ടാനും, പിന്നെ ബ്രാൻഡുകൾ വന്നു കഴിഞ്ഞാൽ അതിനൊരു കസ്റ്റമർ സപ്പോർട്ട് പോലെ ഫെലിക്സ് ആക്ട് ചെയ്യും. അപ്പോൾ അവർക്ക് നിങ്ങൾ ഇങ്ങനെ വെച്ചാൽ കുറച്ചും കൂടി കൂടുതൽ ഓർഡേഴ്സ് വരും, ഇങ്ങനെ വെച്ചാൽ കുറച്ചും കൂടി കൂടുതൽ കൺവേർഷൻസ് വരും. അത് അവിടുന്ന് പഠിച്ചു. അപ്പോൾ ഈ ബൈ മീ എ കോഫിയുമായിട്ടുള്ള ബന്ധം പിന്നെ എപ്പോഴാണ് തുടങ്ങിയത്? ഓക്കെ, ബൈ മീ കോഫി അതിനിടയ്ക്ക് വെച്ച് ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്തു. ആഫ്റ്റർ ആപ്പ് മേക്കർ ഐ വർക്ക് ടു ദ കമ്പനി ഇൻ UK. അവിടെ നമ്മൾ shopper.com. അവിടെ നമ്മൾ ഒരു ക്രോം പ്ലഗിൻ ആയിരുന്നു. അപ്പോൾ അവിടെ ഇത് ഹണി കൂപ്പൺ എക്സ്റ്റൻസ് പോലത്തെ ക്രോം എക്സ്റ്റൻഷൻ ആയിരുന്നു. അപ്പോൾ അവിടെ ബേസിക്കലി മേജർ ട്രാഫിക് വന്നിട്ടുണ്ടായിരുന്നത് ക്രോം എക്സ്റ്റൻഷൻ സ്റ്റോർ ത്രൂ ആയിരുന്നു, കൂപ്പൺ കോഡ് സ്റ്റോറിലൂടെയാണ്. അതെ. അപ്പോൾ അവിടെ കുറച്ച് ഒപ്റ്റിമൈസേഷൻസ് പ്ലസ് അവിടെ വർക്ക് ചെയ്ത് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നു. നമ്മൾ കോറ ലൈക്ക് വിച്ച് നോ വൺ അന്ന് ആരും ഉപയോഗിക്കാത്ത സ്ഥലത്ത് കോറയിൽ പോയിട്ട് നമ്മൾ ആൻസർ ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ ഇൻസ്റ്റാളേഷൻ ഡ്രൈവ് ചെയ്യും. അന്ന് ഐ തിങ്ക് ഐ ഫോർഗോട്ട് ദ നമ്പർ, ഐ തിങ്ക് എത്രയോ ഒരു മെട്രിക്കിലേക്ക് ഹിറ്റ് ചെയ്തു. 40,000 30,000 എന്തോ ഇൻസ്റ്റാൾസിലേക്ക് ഹിറ്റ് ചെയ്തു ഫ്രം 1000 സംതിങ് എന്തോ ആയിരുന്നു കോറേന്. ലൈക്ക് ലെസ് ദാൻ $1 ഒക്കെ ആയിരുന്നു. എങ്ങനെയായിരുന്നു ആ ഹാക്ക്? ഒരു കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുമോ? ഷുവർ. അപ്പോൾ നമ്മൾ കോറയിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൗ ഡു ഐ ഗെറ്റ് ദ കൂപ്പൺ കോഡ്, അല്ലെങ്കിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഹോട്ടലിൽ ബുക്ക് ചെയ്യണു, എങ്ങനെ കൂപ്പൺ കോഡ് കിട്ടും. അപ്പം അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് നമ്മൾ ആൻസർ ചെയ്യും. എങ്ങനെ ഞാൻ ഇത്രയൊക്കെ സേവ് ചെയ്തു എന്നുള്ള സ്ക്രീൻഷോട്ടൊക്കെ ഇട്ടിടും. എന്നിട്ട് ലാസ്റ്റ് ഒരു ഹുക്ക് കൊടുക്കും. അതായത് നിങ്ങൾക്ക് ഇത് സംഭവം ചെയ്യണമെങ്കിൽ യു ക്യാൻ ഇൻസ്റ്റാൾ ദ പ്ലഗിൻ. അപ്പോൾ നമുക്ക് കോറയിൽ തന്നെ ഇത് ഡെസ്ക്ടോപ്പും വെബ് മൊബൈലും നമുക്ക് ഫിൽറ്റർ ഔട്ട് ചെയ്യാൻ പറ്റും. ഈ ക്രോം എക്സ്റ്റൻഷൻ ആയ കാരണം കൊണ്ട് നമ്മൾ ഡെസ്ക്ടോപ്പിൽ മാത്രമേ ആഡ് റൺ ചെയ്തു. കുറേ ആഡ്സ് അന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ അത് ഭയങ്കര സാച്ചുറേറ്റഡ് ആയി. ബട്ട് അന്ന് തുടങ്ങിയ സമയത്ത് ഐ തിങ്ക് ലെസ് ദാൻ $1 മോർ ദാൻ ഐ തിങ്ക് ലെസ് ദാൻ 30 cents വരെ നമുക്ക് ഇൻസ്റ്റാൾസ് കിട്ടുന്നുണ്ടായിരുന്നു ഫ്രം ആഡ്സ് ഡ്രൈവ് ചെയ്തിട്ട് ഇൻ ദ US മാർക്കറ്റ്. സോ അങ്ങനത്തെ കുറേ ഇത് മേ ബി ഇതൊരു അണ്ടർ യൂട്ടിലൈസ്ഡ് ഇതായിരിക്കാം, വിച്ച് മേ ബി ഐഡന്റിഫൈ. അത് ബേസിക്കലി ആഡ്സ് റൺ ചെയ്തത് കോറയിലാണ്. ആരും ചിന്തിക്കാത്ത വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ബേസിക്കലി അവിടെ ഒരു എഡ്യൂക്കേഷൻ വേണ്ട ആവശ്യമുണ്ടായിരുന്നു. ആ ഒരു പ്ലഗിൻ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എഡ്യൂക്കേഷൻ ആയിരുന്നു ആ ഒരു ആർട്ടിക്കിളിൽ ആൻസർ ആയിട്ട് എഴുതുക. അപ്പോൾ നിങ്ങൾ ഓക്കെ ആർട്ടിക്കിളിന് ആൻസർ ചെയ്യുന്ന മനസ്സിലായി. ആർട്ടിക്കിളും ജനറേറ്റ് ചെയ്യായിരുന്നോ? ഇല്ല, നമ്മൾ ലിമിറ്റഡ് ആർട്ടിക്കിൾസ് ആയിരുന്നു. ബട്ട് ദ ആർട്ടിക്കിൾസ് ഇപ്പോൾ തന്നെ നോക്കി കഴിഞ്ഞാൽ വേണമെങ്കിൽ 10 million ഒക്കെ പോയിട്ടുണ്ടാവും. ആ ആർട്ടിക്കിൾ നമ്മൾ ബൂസ്റ്റ് ചെയ്തിട്ട്. ഓക്കെ, വെരി നൈസ്. ഓക്കെ, അപ്പം ഷോപ്പറിൽ വർക്ക് ചെയ്തു. ഷോപ്പറിൽ കഴിഞ്ഞിട്ട് പിന്നെ ബൈ മീ എ കോഫിയിൽ വന്നു. ഷോപ്പറിൽ കഴിഞ്ഞ് നേരിട്ട് ബൈ മീ കോഫി അല്ല. അതിന് മുമ്പ് ഞാൻ പലയിടത്തും ഐ യൂസ് ടു ഹാക്ക് അറൗണ്ട്, അതായത് പലതും ട്രൈ ചെയ്ത് എക്സ്പെരിമെന്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഇതാണ്. സോ ഐ യൂസ് ടു അന്ന് ഐ റിമെമ്പർ കോഡ് ക്യാനൻ എന്ന സൈറ്റ് ഉണ്ട്. അവിടെ പോയിട്ട് നമുക്ക് ആപ്സ് ഒക്കെ മേടിക്കാൻ പറ്റും. അന്ന് ഐ തിങ്ക് 10-20 ആപ്സ് ഒക്കെ മേടിച്ചിട്ട് റീസ്കിൻ ചെയ്തിട്ട് നമ്മൾ റിലീസ് ചെയ്യും. അങ്ങനെ നമ്മൾ ചെയ്യുമായിരുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പോപ്പുലർ ഗെയിം വന്നു വരിക, ജോണി ട്രിഗർ എന്നൊരു ഗെയിം ഉണ്ടായിരുന്നു. അപ്പോൾ ജോണി ട്രിഗർ ഗൈഡ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഇറക്കും. ബേസിക്കലി റീസ്കിൻ ചെയ്ത് അതിൻ്റെ ഒരു FAQ പോലത്തെ ഒരു ഗൈഡ് പോലെ ഹൗ ടു ബെസ്റ്റ് പ്ലേ ദാറ്റ് ഗെയിം. അപ്പോൾ ആ ഒരു ഹൈപ്പിൻ്റെ മുകളിൽ ആ കീവേഡ് ടോപ്പ് ആകുമ്പോൾ ജോണി ട്രിഗറിന് ഇതടിക്കുമ്പോൾ നമ്മുടെ സെക്കൻഡ് വരും. സോ അതുകൊണ്ട് എന്ത് ചെയ്യുന്ന 5,000 ഇൻസ്റ്റാൾസ് പെർ ഡേ. പക്ഷെ ആ ആപ്പിനെ തന്നെ നിങ്ങൾ റീസ്കിൻ ചെയ്യോ? അല്ല, നമ്മൾ ആ ആപ്പല്ല ഉണ്ടാക്കുന്നത്, നമ്മൾ അതിൻ്റെ ഒരു ഗൈഡ് ആപ്പ് ഉണ്ടാക്കും. ഓക്കെ, ബേസിക്കലി ലെറ്റ്സ് സേ ആ ഗെയിം കളിക്കണമെങ്കിൽ ഹൗ ടു ബിക്കം എ ബെസ്റ്റ് പ്ലെയർ, അതൊരു ചെറിയൊരു
ചാത്തൻ ആപ്പ് പോലെ ചാത്തൻ ആപ്പ്. ഓക്കെ. എന്നിട്ട് അത് ഉണ്ടാക്കി അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇൻസ്റ്റാൾ വരും. അപ്പോൾ അതിൽ നമ്മൾ ആഡ് മോബ് ഉണ്ടായിരുന്നു. സോ എഫക്റ്റീവ്ലി ഐ യൂസ് ടു മേക്ക് മണി ബൈ ആഡ്സ്. അപ്പോൾ അതിൻ്റെ അകത്ത് ആഡ്സ് കാണിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വാസ് ഗുഡ് ഫൺ അൺടിൽ ഈ പറഞ്ഞ പോലെ ഇവർക്ക് ബാൻ ചെയ്യില്ലോ, ലൈക്ക് ഒബ്വിയസ്ലി കോപ്പിറൈറ്റ് വരും. അങ്ങനെ അത് ബാൻ ആയി കിട്ടിയപ്പോൾ പിന്നെ ആ പണി നിർത്തി. പിന്നെ ഐ തിങ്ക് കോവിഡ് ടൈമിലായിരുന്നു ജിജോ റീച്ച് ഔട്ട് ചെയ്തത്. ദെൻ സേ ഓക്കെ കോവിഡ് ടൈമാണ്, ദേ ആർ ലൈക്ക് platform wave ചെയ്തിട്ടുണ്ട്. So we need someone to reach out to the newsletters and other media to let them know about that. ഞാൻ ജസ്റ്റ് ഒരു ആക്ടിവിറ്റി പോലെ എടുത്തിട്ട് ഐ തിങ്ക് ഐ റീച്ച് ഔട്ട് ടു ടെക്ക്രഞ്ച്. കുറച്ച് ആൾക്കാരെ ലിസ്റ്റ് ഔട്ടിട്ട് അവരെ റീച്ച് ഔട്ട് ചെയ്ത് ഫോളോ അപ്പ് ചെയ്ത് ഐ തിങ്ക് സം ഓഫ് ദം ആക്ച്വലി ഇൻക്ലൂഡഡ് ഫീച്ചർഡ് us on their വെബ്സൈറ്റ്. അപ്പോൾ അതായിരുന്നു എൻ്റെ സ്റ്റാർട്ട്. പിന്നെ ഇവൻച്വലി ഐ ഓൺ ബോർഡ് ദർ ആസ് ദ തിങ്. അപ്പോൾ അവിടെ മൾട്ടിപ്പിൾ സാധനങ്ങൾ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് വാസ് ദറ്റ് സൈറ്റ് ട്രാഫിക്. ബൈ മീ കോഫി വാസ് ഓൾറെഡി വൺ ഓഫ് ദ പോപ്പുലർ സൈറ്റ്സ്. കുറേ പേജസും സാധനങ്ങൾ ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ലിങ്ക് ബാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ കുറേ ക്രിയേറ്റീവ് എക്സ്പ്ലോർ പേജ് ഉണ്ടായിരുന്നു. എക്സാമ്പിൾ ആണെങ്കിൽ ടോപ്പ് ക്രിയേറ്റേഴ്സ് ഇൻ ബൈ മീ കോഫി അല്ലെങ്കിൽ എക്സ് നിഷ്, ഓരോ നിഷിലുള്ള സംഭവം. അപ്പോൾ അത് നമ്മൾ പ്രോപ്പറായിട്ട് ഇത് ഒപ്റ്റിമൈസ് ചെയ്തിട്ട് ഒപ്പം തന്നെ ലിങ്ക് ബാക്ക് ചെയ്തു. അങ്ങനെ കൊണ്ട് ലിങ്ക് ബാക്ക് ചെയ്തു. ലിങ്ക് ബാക്കിംഗ് ഉണ്ടായിരുന്നില്ല. പിന്നെ പല ക്രിയേറ്റേഴ്സ് ഉണ്ടെങ്കിലും ബാക്കിൽ അത് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ് ചെയ്തതെന്ന്. അപ്പോൾ കുറേ ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഐ തിങ്ക് മേ ബി അന്ന് 1 million ഹിറ്റ് ചെയ്തിട്ടില്ല എന്നുകൊണ്ട് അന്ന് ക്രിയേറ്റേഴ്സ് കുറേ ഉണ്ട്. ക്രിയേറ്റേഴ്സ് കുറേ ബൈ മീ കോഫി പറഞ്ഞ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യും. അതെ. അപ്പോൾ അവിടെ ഒരു എന്താ പറയുക, അവിടെ ഇപ്പോൾ കറന്റ് വർക്ക് ചെയ്യുന്ന ഡിഫറെൻറ്റ് സ്ട്രാറ്റജിയാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ സംഭവമാണ്. പക്ഷെ അന്ന് നമ്മൾ ട്രൈ ഔട്ട് ചെയ്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറേ ക്രിയേറ്റേഴ്സ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ക്രിയേറ്റേഴ്സിനെ നമ്മൾ ഓരോ കാറ്റഗറീസ് പേജസ് ആക്കി മാറ്റി. അപ്പോൾ ആ കാറ്റഗറി പേജസിൽ കുറച്ച് SEO ബേൺ ചെയ്തു. ഫോർ എക്സാമ്പിൾ ടോപ്പ് എന്താ പറയുക ഇ-കൊമേഴ്സ് ക്രിയേറ്റർ, ഐ ഫോർഗോട്ട് ദ എക്സാക്ട് സ്പെസിഫിക്, മേ ബി ടോപ്പ് ആർട്ടിസ്റ്റ് ക്രിയേറ്റർ ഇൻ കമ്മീഷൻസ്, അങ്ങനെ കുറച്ച് ലോങ് കീവേഡ്സ് കണ്ടെത്തിയിട്ട് അത് സൈറ്റ് റാങ്ക് ചെയ്യിപ്പിക്കലായിരുന്നു. ഓക്കെ, അവിടുത്തെ മെയിൻ സംഭവം. ഒപ്പം തന്നെ ക്രിയേറ്റേഴ്സായിട്ട് ഞാൻ കോൾ ഇരിക്കുകയായിരുന്നു. അതായത് ഔട്ട് ഓഫ് ഹോബി ഐ ലൈക്സ് ടു ഇപ്പോൾ ഈ ബൈ മീ കോഫി ക്രിയേറ്റേഴ്സ് എന്താ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി, ലൈക്ക് ആൻഡ് ഹൗ വി ക്യാൻ മാക്സിമൈസ് ദ വാല്യൂ ഫോർ ദം. അപ്പോൾ അവിടെ ഐ റിമെമ്പർ ഒരു മീറ്റപ്പ് ഓർ കോഫി എന്നുള്ള രീതിയിൽ എനിക്കൊരു ബൈ മീ കോഫി പേജ് ഉണ്ടായിരുന്നു. ലൈക്ക് ജസ്റ്റ് ഒരു മീറ്റപ്പ് കോഫി പോലെ ഐ തിങ്ക് ഒരു 10 ക്രിയേറ്റേഴ്സുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവിടെ ആ ക്രിയേറ്റേഴ്സ് ആയിട്ട് ഒരു കോൾ കയറും. ഞാൻ റീച്ച് ഔട്ട് ചെയ്തിട്ട് പറഞ്ഞു, ഹേ ഐ എം ദ ഗ്രോത്ത് മാർക്കറ്റർ, ഐ എം ട്രൈങ് ടു ഹെൽപ്പ് യു ടു മേക്ക് മോർ റവന്യൂ. അപ്പോൾ ഐ ഗോട്ട് ഹൗ ക്രിയേറ്റേഴ്സ് മെയ്ഡ് മണി ആസ് വെൽ ആസ് എങ്ങനെ അത് കൂടുതൽ റവന്യൂ ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ പല ആൾക്കാരും ഡൊണേഷൻസ് മാത്രമായിരുന്നു അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ചില ആൾക്കാർ മെമ്പർഷിപ്പ് ഓൺ ചെയ്തപ്പോഴാണ് റവന്യൂ കൂടിയത്. സോ അങ്ങനത്തെ കുറച്ച് സ്ട്രാറ്റജൈസിങ് സാധനം എനിക്ക് അവരായിട്ട് ഷെയർ ചെയ്യാൻ പറ്റി. മെമ്പർഷിപ്പ് ഈ ക്രിയേറ്റേഴ്സിൽ നിന്നുള്ള കോൺവെർസേഷൻ ആണോ മെമ്പർഷിപ്പ് എന്ന ഫീച്ചർ നമുക്ക് ഉണ്ടാക്കാന്ന് മനസ്സിലായി? അല്ല, ഫീച്ചർ ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് കുറേ എന്താ ഇൻസൈറ്റ്സ് ഉണ്ടായിരുന്നില്ല. ഹൗ പീപ്പിൾ ആർ യൂസിങ് ഇറ്റുള്ള ഇൻസൈറ്റ്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ഫീച്ചേഴ്സ് ഞാൻ ലേറ്റർ ഓൺ പറയാം, എങ്ങനെ നമ്മൾ ബൈ മീ കോഫിയിൽ ബിൽഡ് ചെയ്ത കാര്യം പറഞ്ഞുതരാം. എഫക്റ്റീവ്ലി ഐ യൂസ് ടു സിറ്റ് വിത്ത് ക്രിയേറ്റേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ് ടു ഗെറ്റ് ഹൗ ദേ ആർ യൂസിങ് ദ പ്ലാറ്റ്ഫോം. അപ്പോൾ അതൊരു ഐഡിയ കിട്ടി. ഇവൻച്വലി പിന്നെ ഞാനൊരു ബൈ മീ കോഫി ക്രിയേറ്ററും കൂടിയായി. അതിനിടയ്ക്ക് വെച്ചിട്ടായിരുന്നു നമ്മളൊരു ബൈ മീ കോഫി ടുവേർഡ്സ് എൻഡിങ് സമയത്തൊക്കെ ആയിരുന്നു നമ്മളൊരു hey.com എന്നൊരു സൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു, വിച്ച് യൂസ് ടു ബി ബേസ് ക്യാമ്പ്സിൻ്റെ ഒരു പുതിയ ടൂളായിരുന്നു, ഇമെയിൽ ടൂളായിരുന്നു. അപ്പോൾ ആ ടൂൾ സമയത്ത് നമ്മൾ ഐ ജസ്റ്റ് തോട്ട് ഓക്കെ, ഒരു ഔട്ട് ഓഫ് എ ബ്ലൂ മേ ബി പെർഹാപ്സ് ഒരു ഐഡിയ വന്നു, വാട്ട് ഇഫ്, അതായത് എക്സാമ്പിൾ ആ ഇൻവൈറ്റ്സ് വളരെ ലെസ് ആയിരുന്നു, ബട്ട് ദ ഡിമാൻഡ് വാസ് ടു മച്ച്. ലൈക്ക് സപ്ലൈ ആൻഡ് ഡിമാൻഡ് നോക്കുകയാണെങ്കിൽ ഡിമാൻഡ് ഭയങ്കര കൂടുതലായിരുന്നു, ബട്ട് സപ്ലൈ വാസ്. hey.com എന്തായിരുന്നു ചെയ്തത്? ഒരു ഇൻവൈറ്റ് ഓൺലി ഇമെയിൽ ടൂളായിരുന്നു. ഇമെയിൽ അയക്കാനുള്ള ഒരു ടൂള്. പക്ഷേ ജിമെയിൽ പോലെ ഇരിക്കും. ജിമെയിൽ വാസ് ഇൻവൈറ്റ് ഓൺലി വെൻ ഇറ്റ് ഗോട്ട് ലോഞ്ച്. കറക്റ്റ്. അപ്പോൾ അതേപോലത്തെ ഒരു സംഭവമായിരുന്നു hey.com. ഓക്കെ, മനസ്സിലായി. അപ്പോൾ ആ സമയത്ത് ഐ തോട്ട് ഓക്കെ, വൈ നോട്ട് ഡു എ ഹാക്ക് വേർ ഇതെങ്ങനെ വന്നു എന്നുള്ളത് പിന്നീട് ഞാൻ നോക്കിയിട്ടുണ്ട്. ഹൗ ഇറ്റ് കെയിം ടു മീ, വൈ ഐ വുഡ് ദ റൈറ്റ് പേഴ്സൺ ടു റൺ ഇറ്റ് എന്നുള്ളത് പിന്നീട് ഞാൻ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. ബട്ട് അപ്പോൾ എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഐ വാസ് ജസ്റ്റ് മേക്കിംഗ് തിങ്സ് ഓൺ ദി ഇന്റർനെറ്റ്, റൈറ്റ്? സോ ആ സമയത്ത് ഐ റിയലൈസ് ഓക്കെ, വാട്ട് ഇഫ് ഐ കുഡ് ഹെൽപ്പ് പീപ്പിൾ ഗെറ്റ് ഇൻവൈറ്റ്സ്. അപ്പം അങ്ങനെയായിരുന്നു ഒരു തോട്ട് പ്രോസസ്സ്. അപ്പം അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പറഞ്ഞു ട്വിറ്ററിലിട്ടു ലൈക്ക് ഹേ ഐ ഹാവ് ഇൻവൈറ്റ് കോഡ് ആൻഡ് ഇഫ് യു വാണ്ട് യു ക്യാൻ ബി പാർട്ട് ഓഫ് ദ കമ്മ്യൂണിറ്റി, ദ വേർ എവരിവൺ ഹെൽപ്സ് ഈച്ച് അതർ ഗെറ്റ് ഇൻവൈറ്റ്സ്. അപ്പോൾ അന്ന് നമ്മൾ ഈ പറഞ്ഞ സംഭവം ഞാൻ ചുമ്മാ ട്വിറ്ററിലിട്ടു. ഐ തിങ്ക് വിത്തിൻ 1 hour എന്തൊക്കെയോ കുല ആൾക്കാർ വന്ന് പേ ചെയ്തു. ഐ യൂസ് ടു ബിക്കം എ ബൈ മീ കോഫി. ദാറ്റ്സ് ഹൗ ഐ ബിക്കം എ ബൈ മീ കോഫി ക്രിയേറ്റർ. അവിടുന്ന് ബൈ മീ കോഫി ആ ഇൻവൈറ്റ് കിട്ടാൻ വേണ്ടി ദേ യൂസ് ടു പേ യു. മീൻസ് ബൈ മീ കോഫി പേജ് ഞാൻ ഉണ്ടാക്കി. എന്നിട്ട് അതിൽ പറഞ്ഞു ഹേ ഐ ഹാവ് ഇൻവൈറ്റ് ആൻഡ് ഐ ആം ഹെൽപ്പിംഗ് അതേഴ്സ് ഗെറ്റ് ഇൻവൈറ്റ്, ഡു യു വാണ്ട് ടു ജോയിൻ. ആ രീതിയിൽ ഇട്ട് വെച്ചു. അപ്പം അങ്ങനെ നമ്മളൊരു പേജ് ഉണ്ടാക്കിയിട്ടു ബൈ മീ കോഫിയിൽ. അപ്പോൾ ആ പേജ് ഗോട്ട് ട്രാക്ഷൻ, ബ്ലോഗും പലതൊക്കെ ആയിട്ട് ഇട്ടു. സോ
ആൾക്കാർ വന്ന് ഈ പറഞ്ഞ ബൈ മീ കോഫിയിൽ കോഫി മേടിച്ചു തന്നു. ഞാൻ അവരെ ഒരു ഗൂഗിൾ ഷീറ്റ് പബ്ലിക് ലിസ്റ്റ് ആയിരുന്നു. ഫോർ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ബൈ മീ കോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡൊണേഷൻ അല്ല, US ഒരു യൂസേജ് ഉണ്ട്. ഇഫ് ഐ ഗീവ് സംതിങ് വാല്യുബിൾ ടു യു, യു ബൈ മീ എ കോഫി, ഒരു കോഫി വാങ്ങിച്ചു തരും. അപ്പോൾ അതിൻ്റെ ഡൊണേഷൻ മാതിരിയുള്ള ഒരു സംഭവമാണ്, പക്ഷേ ഇറ്റ്സ് ആക്ച്വലി പേയിങ് ബാക്ക്. ബേസിക്കലി ഒരു ടിപ്പിംഗ് പ്ലാറ്റ്ഫോം പ്ലസ് മെമ്പർഷിപ്പ് പ്ലാറ്റ്ഫോം ആണ്. വേർ ക്രിയേറ്റേഴ്സ് കുഡ് ഗെറ്റ് മണി ഫ്രം their subscribers, from their viewers. ഈ പറഞ്ഞ ഫോളോവേഴ്സ് വേഴ്സസ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ടേഴ്സ് സംഭവം ഉണ്ട്. അതായത് ഫോളോവേഴ്സ് 1000 ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും ഇഫ് യു ഇസ് ദ വൺ സപ്പോർട്ടർ ഹു ആക്ച്വലി സ്പെൻഡ്സ് മണി ഓൺ യു, ദാറ്റ് ഈസ് മോർ വർത്ത് ദാൻ ദ 1000 ഫോളോവേഴ്സ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലാണ്. അപ്പോൾ അവിടെ എനിക്ക് ഏർലി ഓൺ ക്രിയേറ്റേഴ്സിന് വെച്ച് ഇൻട്രാക്ട് ചെയ്യാൻ മനസ്സിലായി. ഈ പറഞ്ഞ പോലെ ഹൗ ബിഗ് ഓഫ് എ റവന്യൂ ദാറ്റ് പൊട്ടൻഷ്യൽ ഈസ്. കുറേ കാര്യങ്ങൾ എനിക്ക് ഇൻസൈറ്റ്സ് കിട്ടി, ടു ബി ഓണസ്റ്റ്, ഓൺ ഹൗ തിങ്സ് വർക്ക്. ഒപ്പം തന്നെ ബിൽഡിംഗ് ദ റൈറ്റ് അക്വിസിഷൻ ചാനൽസ് ആസ് വെൽ ആസ് ഈ പറഞ്ഞ കൺവേർഷൻ എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഈ പറഞ്ഞ ബൈ മീ കോഫി പേജിൽ തന്നെ കുറേ എലമെന്റ്സ് നമ്മൾ ട്വീക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ക്യാൻ ആക്ച്വലി മേക്ക് മോർ കൺവേർഷൻ ഔട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ അതൊക്കെ ലേറ്റർ ഓൺ ആണ് വരുന്നത്, ക്ലബ് ഹൗസ് ഒക്കെ റൺ ചെയ്യുന്ന സമയത്താണ് വരുന്നത്. അപ്പോൾ hey.com എഫക്റ്റീവ്ലി ഐ ഇൻവൈറ്റഡ് സം പീപ്പിൾ. പിന്നെ പ്ലാറ്റ്ഫോം ഓപ്പൺ അപ്പ് ചെയ്തു. ദാറ്റ് വാസ് എ സ്റ്റാർട്ട്. അപ്പോൾ അവിടെ കുറേ മിസ്റ്റേക്സ് വരുത്തി. ഈ പറഞ്ഞ ഷീറ്റ് മെയിൻറ്റെയിൻ ചെയ്യലും ഐ വാസ് നോട്ട് ഗുഡ് അറ്റ് ഇറ്റ്, ടു ബി ഓണസ്റ്റ്. ബട്ട് പിന്നീട് കോവിഡ് എല്ലാം ഈ പറഞ്ഞ പോലെ അത് കഴിഞ്ഞിട്ട് ഏജൻസിയിലും വേറെ പ്രൊഡക്റ്റ് കമ്പനിയിലൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത്, ടു ബി ഓണസ്റ്റ്, ആ സമയത്ത് ഒരു ആഗ്രഹം, ഒരു ഐഫോൺ മേടിക്കാൻ ആഗ്രഹം. ഐ മീൻ ദിസ് ഐഫോൺ ഇസ് വൈ ഐ മീൻ ഐ ക്യാരി 2 ഐഫോൺ, റൈറ്റ്? ഈ ഐഫോൺ ഐ തിങ്ക് മേടിക്കാൻ അങ്ങനെ ആഗ്രഹം. ഇറ്റ് വാസ് ലൈക്ക് 27,000 rupees back then. Okay, one of the big expense. ഈ ഐഫോൺ മേടിച്ചു. ഓക്കെ, ലൈക്ക് ഐ റിമെമ്പർ ഇറ്റ് വാസ് ഒക്ടോബർ ഓർ സംതിങ്. ആ സമയത്ത് ഐഫോൺ മേടിച്ചു. ആൻഡ് ദെൻ അറൗണ്ട് നവംബർ സമയത്ത് ഒരു ആപ്പ് വന്നു, ക്ലബ് ഹൗസ് എന്ന ആപ്പ് വന്നു. ഓക്കെ, അപ്പോൾ വൺ അഡ്വാൻറ്റേജ് ഐഫോണുള്ള കാരണമുണ്ട്, പല ആപ്പുകളും ഐഫോണിൽ ഫസ്റ്റ് ലോഞ്ച് ചെയ്യുള്ളൂ, പിന്നെയാണ് ആൻഡ്രോയിഡിൽ ലോഞ്ച് ചെയ്യുക, എസ്പെഷ്യലി US ആപ്സ്. അപ്പോൾ അങ്ങനെ കേസ് വന്നപ്പോൾ ഈ ആപ്പ് എന്ത് ചെയ്തു, നമ്മൾ ക്ലബ് ഹൗസ് ഞാൻ ഉപയോഗിച്ചു. എവിടെ നിന്നോ ഇൻവൈറ്റ് കിട്ടി. ഐ തിങ്ക് ഐ ഗോട്ട് ഫ്രം ട്വിറ്റർ, ആർക്കോ DM ചെയ്ത് ഇൻവൈറ്റ് കിട്ടി. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ഇൻവൈറ്റിന് വേണ്ടി ആൾക്കാർ വീണ്ടും സെയിം ബിഹേവിയർ, ഞാൻ അന്ന് കണ്ട സെയിം ബിഹേവിയർ സംഭവിക്കുന്നുണ്ട്. അതായത് ആ ഒരു ഇൻവൈറ്റ് ഓൺലി ബേസിക്കലി ഒരു ഗ്രോത്ത് ഹാക്ക് ആണ് അല്ലേ? ശരിക്കും ഇൻവൈറ്റ് ഓൺലി എന്താണ്? അതായത് ഇപ്പോൾ ലെറ്റ്സ് സേ നിങ്ങളൊരു ആപ്പോ വെബ്സൈറ്റോ ലോഞ്ച് ചെയ്യാൻ വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ ബ്രോഡർ ഓഡിയൻസിന് റിലീസ് ചെയ്ത് ചിലപ്പോൾ ഒരു വേർഡ് ഓഫ് മൗത്ത് ഉണ്ടായിരിക്കില്ല, അൺലെസ് ഇറ്റ്സ് ആ ഒരു പോപ്പുലർ സാധനമാണെങ്കിൽ. സോ ഫോർ യുവർ തിങ് ടു ഗ്രോ, ഒരു കീപ്പ് ഇറ്റ് വെരി പ്രൈവറ്റ് അല്ലെങ്കിൽ കീപ്പ് ഇറ്റ് വെരി ഇൻവൈറ്റ് ഓൺലി, സോ ദാറ്റ് പീപ്പിൾ വിൽ ഗോ ഇൻ സെർച്ച് ഫോർ ദ ഇൻവൈറ്റ്സ്, പീപ്പിൾ വിൽ ആസ്ക് അതർ പീപ്പിൾ. അപ്പോൾ അങ്ങനെ കൂടുതൽ ആൾക്കാർ അറിയും. എസ്പെഷ്യലി ആപ്സ് ലൈക്ക് ക്ലബ് ഹൗസ്, ബ്ലൂ സ്കൈ, ഫൗണ്ടേഷൻ, അങ്ങനത്തെ ലിസ്റ്റ് ഓഫ് ആപ്സ് തന്നെ ഗ്രോ ചെയ്തത് ആ ഒരു ഇൻവൈറ്റ് ഓൺലി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ്. ഇതൊരു ഫോമോ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണോ? അതെ, ആൾക്കാർ ഫോമോ ആണ് ഒബ്വിയസ്ലി. മിസ്സിംഗ് ഔട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ബ്ലൂ സ്കൈലൊക്കെ ഫസ്റ്റ് തന്നെ മെമ്പറായി ലോഗിൻ ചെയ്തില്ലെങ്കിൽ യു മൈറ്റ് ഈവൻ ലൂസ് യുവർ ഹാൻഡിൽ. നമ്മൾ ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലും ഉപയോഗിക്കുന്ന ഹാൻഡിൽ നമ്മൾ ക്ലെയിം ചെയ്യണമല്ലോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ക്ലെയിം ചെയ്ത് പോകും. സോ എഫക്റ്റീവ്ലി ദ ഫസ്റ്റ് പേഴ്സൺ ഹു ഗെറ്റ്സ് ആപ്പ് ഹാസ് എ അഡ്വാൻറ്റേജ്. അപ്പോൾ പിന്നെ ഒന്ന്, ദർ ഈസ് എ ലാർജ് ചങ്ക് ഓഫ് ഓഡിയൻസ് ഹു ഇസ് വെരി മച്ച് ഇൻട്രസ്റ്റഡ് ടു ട്രൈ ന്യൂ സ്റ്റഫ്. അപ്പോൾ ആ ഒരു ഓഡിയൻസിൽ ഞാനും ഭാഗമാണ്. മേ ബി വി ആർ ഓൾസോ ഭാഗം ഓഫ് ദാറ്റ്. കറക്റ്റ്, ടു ബി ദ ഫസ്റ്റ് വൺ ഹു ഗെറ്റ്സ് ദാറ്റ്. കറക്റ്റ്. അപ്പം പിന്നെ ഓക്കെ, അങ്ങനെ ക്ലബ് ഹൗസ് ലോഞ്ചായി. ക്ലബ് ഹൗസും ഇൻവൈറ്റ് ഓൺലി ആണ്. ഓക്കെ, അപ്പോൾ ആ കഥ വരട്ടെ. അപ്പോൾ ക്ലബ് ഹൗസ് ഇൻവൈറ്റ് ഓൺലി ആയത്. അപ്പോൾ ഞാൻ പണ്ട് കണ്ട സെയിം ബിഹേവിയർ തന്നെ. അതായത് സപ്ലൈ ഡിമാൻഡിലാണ് വേൾഡ് മൊത്തം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സപ്ലൈ വളരെ കുറവ്, ഡിമാൻഡ് ഭയങ്കര എനോർമസ്ലി കൂടുതൽ. എലൻ മസ്ക് ഒക്കെ ക്ലബ് ഹൗസിൽ കയറി വരുന്നു, ബട്ട് പീപ്പിൾ വർ നോട്ട് ഏബിൾ ടു ലിസൺ ടു എലൻ മസ്ക്. കാരണം ആ സമയത്ത് കോവിഡ് ആയിരുന്നു. കോവിഡ് സമയത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ആ ക്ലബ് ഹൗസിന്റെ പീക്കും അതിന്റെ ഡൗൺഫാളും. അപ്പോൾ എഫക്റ്റീവ്ലി പീപ്പിൾ വർ സെർച്ചിങ് ഹോൾ അക്രോസ് ദി ഇന്റർനെറ്റ് ഫോർ ഇൻവൈറ്റ്. ഓക്കെ, അപ്പോൾ ദർ വർ പീപ്പിൾ സെല്ലിംഗ് ഇൻവൈറ്റ്സ്, there was no reliable person to go for invites. Effectively ക്ലബ് ഹൗസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ you will get 2-3 invites extra which you can invite your friends. ആ ഫ്രണ്ട്സിന് ചിലപ്പോൾ ഇൻവൈറ്റ് ചെയ്യും, ചിലപ്പോൾ അവർ ഉപയോഗിക്കില്ല, ചിലപ്പോൾ അവർ ഉപയോഗിക്കും. ഇപ്പോൾ ചിലപ്പോൾ എക്സാമ്പിൾ യു ആർ റാൻഡം പേഴ്സൺ ലിവിങ് ഇൻ സംവെയർ. അപ്പോൾ നമുക്ക് ഒരു ഇൻവൈറ്റ് വേണം, ക്ലബ് ഹൗസ് ഉപയോഗിക്കണം. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ആ ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവില്ല. യു ഡോണ്ട് നോ ഹൂം ടു ആസ്ക് ടു ഫോർ ആൻ ഇൻവൈറ്റ്, റൈറ്റ്? യു ഡെഫിനറ്റ്ലി ഗോ ടു ഇന്റർനെറ്റ്. അപ്പോൾ അവിടെ നിങ്ങൾ ഗൂഗിളിൽ പോവും, ഫോറത്തിൽ പോവും, ട്വിറ്ററിൽ പോവും, ഇൻസ്റ്റാഗ്രാമിൽ പോവും, ഇവിടെ എല്ലാവരുടെയും പോകും. അപ്പോൾ ഇതൊക്കെ ഫണ്ടമെന്റലി നോക്കുകയാണെങ്കിൽ ചാനൽസ് ആണ് ഫോർ മീ ടു പുട്ട് മൈ സർവീസ്. അതെ, റൈറ്റ്. അപ്പോൾ ഈ പറഞ്ഞ ചാനൽസിലൊക്കെ നമ്മൾ റാങ്ക് ചെയ്തു. എക്സാമ്പിൾ ക്ലബ് ഹൗസ് ഇൻവൈറ്റ്സ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേജാണ് യൂസ് ടു ബി ഓൺ ഫസ്റ്റ് പേജ്. പിന്നെ ട്വിറ്ററിലാണെങ്കിൽ എവറി 15 minutes ഓർ എവറി 1 hour ഓരോ ട്വീറ്റ് എൻ്റെ ഹാൻഡിലിന് പോകും അബൌട്ട് ദ
how big of people I invited. And you also can be invited to Clubhouse. പിന്നെ റെഡിറ്റിലാണെങ്കിൽ I used to run a forum as well. So I used to be the moderator who runs the forum. Okay. So effectively wherever people look, my face and my profile used to be there. അവിടെ ഞാൻ പറയും I invited X amount of people. അപ്പോൾ ആൾക്കാർ അങ്ങനെ കൂടി വരും. So effectively I think ആ സമയത്ത് I think 1200 people ആൾക്കാർ ഇൻവൈറ്റ് ചെയ്തു on to Clubhouse. അപ്പോൾ ക്ലബ് ഹൗസിൽ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ എഫക്റ്റീവ്ലി വൺസ് ദേ ബൈ തിങ്സ് ഫ്രം മീ ഐ ആഡ് ദം ടു എ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. അപ്പോൾ അവിടെ മുമ്പ് ആഡ് ചെയ്ത ആൾ ഇയാളെ ആഡ് ചെയ്യണം. സോ ഇറ്റ്സ് ലൈക്ക് ഇൻവൈറ്റ് ട്രെയിൻ പോലെയാണ്. സോ എഫക്റ്റീവ്ലി ഒരു ട്രെയിൻ പോലെ ആൾക്കാർ നെക്സ്റ്റ് ആൾ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അൾട്ടിമേറ്റ്ലി പറയുകയാണെങ്കിൽ എൻ്റെ ഇൻവൈറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. സോ പീപ്പിൾ വർ ഗിവിംഗ് ദെയർ ഇൻവൈറ്റ്സ് ടു ഇൻവൈറ്റ് നെക്സ്റ്റ് പേഴ്സൺ. അപ്പോൾ എനിക്കിപ്പോൾ ഇൻവൈറ്റ് വേണമെങ്കിൽ ഞാൻ ഫെലിക്സിൻ്റെ വെബ്സൈറ്റിൽ വരുന്നു. വെബ്സൈറ്റിൽ വന്നിട്ട് ഞാനൊരു ഇൻവൈറ്റ് പർച്ചേസ് ചെയ്യുന്നു. ഇൻവൈറ്റ് അല്ല പർച്ചേസ് ചെയ്യണത്. സോ ദാറ്റ്സ് അനദർ തിങ്. സോ എഫക്റ്റീവ്ലി ഇതിനെ ഞാൻ ഇൻവൈറ്റ് ട്രെയിനെ വിളിക്കുന്നത് ഈ പരിപാടിനെ. അപ്പോൾ ഇതിലേക്കൊരു ടിക്കറ്റ് വേണമല്ലോ. ഒബ്വിയസ്ലി ട്രെയിൻ കയറുമ്പോൾ ടിക്കറ്റ് വേണമല്ലോ. സോ യു ആർ ബൈയിങ് എഫക്റ്റീവ്ലി ടിക്കറ്റ് ടു മൈ ട്രെയിൻ. ഈ ടിക്കറ്റ് ടു മൈ ട്രെയിനിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സ്പേർക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഗെറ്റ് ടു ബി ഓൺ മൈ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. യു ഗെറ്റ് ടു ബി ഓൾസോ ഒരു ആൾ ഓൺബോർഡ് ചെയ്യുമ്പോൾ വി ഓൾസോ ഗിവ് ദം എ ഓൺബോർഡിംഗ് കോൾ, വിച്ച് മീൻസ് ഇപ്പോൾ നിങ്ങൾ ക്ലബ് ഹൗസിൽ ജോയിൻ ചെയ്തു, യു മൈറ്റ് നോട്ട് നോ ഹൗ ടു യൂസ് ഇറ്റ്. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ പോലത്തെ ഡെമോഗ്രാഫിക്സ് ആണ് വിചാരിക്കും. അല്ല, ചിലപ്പോൾ ഒരു 60-year-old 70-year-old ലേഡി ഇൻ US ഒക്കെ ആയിരിക്കും ഹു മൈറ്റ് ബി വാണ്ടിങ് ടു യൂസ് ക്ലബ് ഹൗസ്. അപ്പോൾ ബട്ടൺ ഫങ്ഷനാലിറ്റീസ് ഒന്നും ഫെമിലർ ആയിരിക്കില്ല. ഇറ്റ്സ് എ ഹോൾ ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റ്, റൈറ്റ്? സോ വി യൂസ് ടു ഹാവ് ദിസ് ഓൺബോർഡിംഗ് റൂം. എല്ലാ ദിവസം ക്ലബ് ഹൗസിലേക്ക് എൻ്റെ ട്രെയിൻ ത്രൂ വരുന്ന ആൾക്കാർക്ക് ഞാനൊരു റൂം സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ പറയും, ഇതാണ് വെൽക്കം ടു ക്ലബ് ഹൗസ്, താങ്ക്സ് ഫോർ ദ തിങ്, ഇതാണ് എൻ്റെ ഒരു സംഭവം. So I used to give them a walk through as well. So it's like a whole service thing, which like an experience പോലെയാണ്, which is what create, and also a community ആണ്. So Clubhouse ലുള്ള എന്തെങ്കിലും ബഗ്ഗും ഫീച്ചർ ഒക്കെ ഉണ്ടെങ്കിൽ I used to be the one who used to be, they used to be talk about Clubhouse everything whole day, right? So that has our product to bake and whole insights തന്നെ എനിക്ക് കിട്ടാൻ പറ്റി. Okay. I used to send sometimes ബഗ്ഗും സാധനമൊക്കെ ഞാൻ ഇമെയിൽ അയക്കാറുണ്ട് to Clubhouse team as well. So അല്ല, അത് മനസ്സിലായി. ഓക്കെ. ആൻഡ് ഹൗ മച്ച് മണി ഡിഡ് യു മേക്ക് വിത്ത് ഇറ്റ്? ഹൗ മച്ച് മണി ഐ മേഡ് വിത്ത് ഇറ്റ്സ് ലൈക്ക് ഞാൻ ഓവറോൾ ക്ലബ് ഹൗസ് പോലെ തന്നെ വേറെയും കുറേ ആപ്സും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് ആഫ്റ്റർ ക്ലബ് ഹൗസ് ഇൻവൈറ്റ് ട്രെയിൻ ആണ് നിന്റെ ഒരു സ്റ്റാർട്ടപ്പ് ആണ്. ഓക്കെ, ഇൻവൈറ്റ് ട്രെയിൻ മൊത്തം 150K USD 150K USD ഈ ഒരു ഗ്രോത്ത് ഹാക്ക് വെച്ചുണ്ടാക്കി. ക്ലബ് ഹൗസ് പോലും അത്ര കാശ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇല്ല, ക്ലബ് ഹൗസ് അൺഫോർച്ചുനേറ്റ്ലി പൂട്ടിപ്പോയി. അവർ കുറേ മില്യൺസ് റേസ് ചെയ്തായിരുന്നു. അവർ ഡിഡ്ന്റ് മേക്ക് എ സിംഗിൾ റവന്യൂ. സോ ഐ വാസ് വൺ ഹു മേഡ് മണി. ക്ലബ് ഹൗസിന് ഐ തിങ്ക് അറൗണ്ട് 30,000 or something ഉണ്ടാക്കി. അപ്പോൾ ക്ലബ് ഹൗസ് കഴിഞ്ഞു. വാട്ട് നെക്സ്റ്റ്? ക്ലബ് ഹൗസ് കഴിഞ്ഞു. സോ ഫോർ എ 22-year-old kid with that kind of money, it's like a life changing money, right? അതെ. So അപ്പോൾ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. either you could show it off to people or you could save it for the bad times. അതെ. അപ്പോൾ ഞാൻ സെക്കൻഡ് ഓപ്ഷൻ ചൂസ് ചെയ്തു. I literally saved the money. I think I still have that money as well. I still saved up the whole thing. Okay. I didn't spend much. That's how honestly thing. മനസ്സിലായി. Best thing is ഇത് മണി ഉണ്ടാക്കുന്നതും മണി മെയിൻറ്റെയിൻ ചെയ്യുന്നത് രണ്ട് കാര്യമാണ്. അപ്പോൾ അവിടെ എനിക്ക് ഒരു ഡിസിപ്ലിൻ ഞാൻ ഉണ്ടായിരുന്നു. അത് കാരണം ഐ കുഡ് ഹാവ് ലൈക്ക് മേ ബി ബോട്ട് എ BMW or ആ ഒരു രീതിയിൽ കൈൻഡ് ഓഫ് മണി ഐ മെയ്ഡ്. അപ്പോൾ ഞാൻ ഐ ഡിഡ്ന്റ് spend it, to be honest. I chose to invest on myself. കുറേ ബുക്സും ട്രാവലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് സെൽഫ് ഇൻവെസ്റ്റ്. പിന്നെ ഈവൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്തു. സോ സ്റ്റോക്സ്, ക്രിപ്റ്റോ, ഓൾ ദ തിങ്സ്. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഓക്കെ. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷോപ്പിഫൈയിലേക്ക് എങ്ങനെ എത്തണേ? ഷോപ്പിഫൈയിലേക്ക് എത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ A/B ടെസ്റ്റിംഗ് കോണ്ടെക്സ്റ്റിലേക്ക് പോവാം. അതായത് നമ്മൾ ക്ലബ് ഹൗസിൽ ചെയ്ത സമയത്ത് എല്ലാ ദിവസം ഞാനൊരു A/B ടെസ്റ്റിംഗ് നടത്തുമായിരുന്നു. എനിക്കന്ന് A/B ടെസ്റ്റിങ്ങും ഇതിനും CR ഒന്നും അറിയണ്ടായിരുന്നില്ല. ഐ ഡിഡ്ന്റ് നോ ദാറ്റ് വാസ് ദ കീവേഡ് പീപ്പിൾ യൂസ് ഇൻ ദ ഇൻഡസ്ട്രി, റൈറ്റ്? സോ അപ്പോൾ എഫക്റ്റീവ്ലി എല്ലാ ദിവസം 20 ആൾക്കാർ വന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ അവിടെ 20 ആൾക്കാരായിരുന്നില്ല മുമ്പ്. സോ ഐ ട്രൈ ടു ഇൻക്രീസ് ദ നമ്പർ ഓഫ് ചാനൽസ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗൂഗിൾ ത്രൂ ആ ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ ബ്ലോഗ് കണ്ടിട്ട്. അപ്പോൾ ഞാൻ റെഡിറ്റിൽ ഇട്ടു അല്ലെങ്കിൽ ട്വിറ്ററിൽ ഇട്ടു. അപ്പോൾ ആക്ച്വലി ചാനൽസിൻ്റെ ഇത് കൂടി, അപ്പോൾ ട്രാഫിക് കൂടി, വിച്ച് പീപ്പിൾ കം ടു സൈറ്റ്. അപ്പോൾ ആൾക്കാർ വന്നിട്ട് മേ ബി ഒരു 1000 ആൾക്കാർ വരുന്നുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് ഹൗ മെനി പീപ്പിൾ ക്യാൻ ഐ കൺവേർട്ട് എന്നുള്ള രീതിയിലായിരുന്നു എൻ്റെ ഫണ്ടമെൻ്റൽ ചിന്തിച്ചത്. വാട്ട് എൽസ് കുഡ് ഐ ഇംപ്രൂവ് ഓൺ ദ പേജ്? എക്സാമ്പിൾ ടെസ്റ്റിമോണിയൽസ് അല്ലെങ്കിൽ അപ്ഡേറ്റ്സ്. ഇത്ര ആൾക്കാർ ഇൻവൈറ്റ് ചെയ്തു. നിങ്ങൾ ഈ പറഞ്ഞ എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ടൈം എടുക്കും ഫോർ യു ടു ഗെറ്റ് ഇൻവൈറ്റഡ്? ഹോൾ സോഷ്യൽ പ്രൂഫിംഗ് എലമെൻറ്റും ഹോൾ എക്സ്ട്രാ ആൾക്കാർ പർച്ചേസ് ചെയ്തു, ഹോൾ ട്രാക്ക് ഡെയിലി അപ്ഡേറ്റ് ചെയ്തായിരുന്നു. ഒപ്പം തന്നെ ഞാൻ ഡെയിലി $5 സ്റ്റാർട്ട് ചെയ്തത്. ക്ലബ് ഹൗസ് ഇൻവൈറ്റ് യു ക്യാൻ ഗെറ്റ് പേ $5. ഇറ്റ്സ് ലൈക്ക് വെരി സ്മോൾ എമൗണ്ട്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കി. ലൈക്ക് $5 കുറേ ആൾക്കാർ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് $5 വന്നപ്പോൾ ഐ തിങ്ക് അറൗണ്ട് 40 ആൾക്കാർ വന്നായിരുന്നു
എ ഡേ ഇറ്റ് ബിക്കം വെരി ടഫ് ടു മാനേജ്. അതായത് ഞാൻ ഈ ഗ്രൂപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോരുത്തരെ എന്താ പറയുക ഇൻവൈറ്റ് ചെയ്യേണ്ട എൻ്റെ ഒരു ഡ്യൂട്ടിയും കൂടിയാണ്. സോ മേ ബി ആ ഇൻവൈറ്റ് ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്ന സമയം മേ ബി ഫ്യൂ അവേഴ്സോളം പോയിട്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ടൈം ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ ആലോചിച്ചു, ഓക്കെ ഐ ജസ്റ്റ് നീഡ് 20 people, 40 ആൾക്കാർ എനിക്ക് വേണ്ട, ബട്ട് ഐ നീഡ് ടു മേക്ക് മോർ സിമിലർ മണി ഓൺ ദാറ്റ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, $5 $10 ആക്കി. അപ്പം 40 ആൾക്കാർ തന്നെ വന്നുകൊണ്ടിരിക്കുക. ലൈക്ക് ബേസിക്കലി പക്ഷെ നിന്റെ എഫേർട്ട് കുറഞ്ഞു. എഫേർട്ട് സെയിം തന്നെ എഫേർട്ട് ഇല്ല. അതായത് എഫേർട്ട് കുറഞ്ഞല്ലോ, ടൈം കുറഞ്ഞല്ലോ, നീ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം കുറഞ്ഞില്ലേ? ഇല്ല, ഇത് ഞാൻ $10 ആക്കിയപ്പോഴും 40 ആൾക്കാർ തന്നെ വന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി, ഓക്കെ ഇത് കുറയ്ക്കണമെങ്കിൽ കാശ് കൂട്ടന്നെ വേണം. അതെ, പക്ഷെ അത് കുറയ്ക്കാൻ കാരണം നിങ്ങൾക്ക് അത്രയും എഫേർട്ട് ഇടേണ്ട ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. 40 ആൾക്കാർക്ക് ഇൻവൈറ്റ് കൊടുക്കേണ്ട എഫേർട്ടാണ്. അത് കുറയ്ക്കണമെങ്കിൽ എനിക്ക് 20 ആൾക്കാരാണെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റും. അതെ, അപ്പൊ എനിക്ക് 20 ആൾക്കാർ മതി. അപ്പൊ എന്ത് ചെയ്തു, ഞാൻ $10 എടുത്ത് 15 ആക്കി, 20 ആക്കി, 30 ആക്കി, അറ്റ് ദി എൻഡ് 75 ആക്കി. $75 വെച്ചിട്ട് $20 ആൾക്കാർ ഡെയിലി വന്ന് എത്ര ഉണ്ടാക്കാം? $1,500 ഡെയിലി. അതിന്റെ പീക്ക് $3,300 എന്തോ ആയിരുന്നു $. എ ഡേ. ഓക്കെ, അതാണ് അതിന്റെ ഒരു. അല്ല, എന്നിട്ട് 40 കുറഞ്ഞു കിട്ടിയോ? കുറഞ്ഞു കിട്ടി, ഡെഫിനറ്റ്ലി. അത് 10 ഇതൊക്കെ ആയി. ബട്ട് എഫക്റ്റീവ്ലി ഐ മെയ്ഡ് മോർ മണി ഇഫ് ഐ ഹാഡ് കെപ്റ്റ് വിത്ത് ലെസർ എഫേർട്ട്. ആ പ്രൈസ് ഞാൻ അവിടെ ടെസ്റ്റ് ചെയ്യാൻ തോന്നിയില്ലായിരുന്നെങ്കിൽ എൻ്റെ എനർജിയും ടൈം കുറെ പോയേനെ. അതെ, പിന്നെ ഇത്ര എമൗണ്ട് ഉണ്ടാക്കാനുള്ള പൊട്ടൻഷ്യലിറ്റി ഞാൻ തന്നെ മറന്നുപോയി, അറിഞ്ഞില്ല. അതായത് ബേസിക്കലി അവിടെ ഒരു ബേൺ ഔട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തി. എക്സാക്ട്. കാരണം ഇത് ഹോൾ 1 ഇയറോളം ഒഴുകി. ക്ലബ് ഹൗസ് 1 ഇയറോളം ഇൻവൈറ്റ് ഓൺലി ആയിരുന്നു. എല്ലാ ദിവസവും ഇമാജിൻ ഐ ഹാഡ് ടു സ്റ്റാർട്ട് ദ ട്രെയിൻ, ഇൻവൈറ്റ് പീപ്പിൾ, ഓൺ ബോർഡ് പീപ്പിൾ, ഗോ ബാക്ക്. സോ ഇറ്റ് വാസ് ഹോൾ ഹെക്ടിക് പ്രോസസ്. ബട്ട് ഐ മെയ്ഡ് മണി. അപ്പോൾ ആ മണിയിൽ ആം ഐ ചാർജിങ് മോർ ഇനഫ് ഫോർ മൈ എഫേർട്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ. അപ്പോൾ അവിടെ ആക്ച്വലി ഇൻഎഫക്റ്റീവ് പ്രൈസ് A/B ടെസ്റ്റിംഗ് ചെയ്യുക ചെയ്തത്. ഒപ്പം തന്നെ ഈ പറഞ്ഞ വെബ്സൈറ്റിൽ പോലെ സോഷ്യൽ പ്രൂഫിംഗ് എലമെന്റ്സും കൺവേർഷൻ എലമെന്റ്സും അതിനെ CRO പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. സോ എഫക്റ്റീവ്ലി പ്രൈസ് A/B ടെസ്റ്റിംഗ് വിച്ച് ആക്ച്വലി ഇപ്പോൾ നമ്മുടെ പ്രൈസ്, ഇപ്പോൾ എക്സാമ്പിൾ ഷോപ്പിഫൈ കോൺടാക്ട്സ് പറയുകയാണെങ്കിൽ നമ്മളൊരു ഇ-കൊമേഴ്സ് സ്റ്റോർ നടത്തുകയാണെങ്കിൽ നമ്മൾ 1000 രൂപ ഇടുന്നെങ്കിലും വി മൈറ്റ് നോട്ട് ഈവൻ നോ ഇഫ് 2000 രൂപ ഇട്ടാലും പീപ്പിൾ മൈറ്റ് ഈവൻ സെയിം എമൗണ്ട് ഓഫ് പർച്ചേസ് വരാൻ ചാൻസസ് ഉണ്ട്. കറക്റ്റ്. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യണം. അത് സിമ്പിൾ സാധനമാണ് ബേസിക്കലി ടെസ്റ്റ് ചെയ്യാൻ. ഓക്കെ, അത് ഏറ്റവും ഈസിയസ്റ്റ് ടെസ്റ്റാണ്, സിമ്പിൾ ടെസ്റ്റാണ്. പ്രൈസ് ടെസ്റ്റിംഗ്, പ്രൈസ് മാത്രം കളിക്കുക. സോ അത് ആക്ച്വലി കുറേ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ലൈക്ക് ടോപ്പ് ലൈൻ പ്രോഫിറ്റിക്ക് വരെ എത്തും. കറക്റ്റ്. കാരണം പിന്നെ നമ്മൾ ഓരോ ഇത് ഡിസ്പാച്ച് ചെയ്യുന്നതിന് ഒരു കോസ്റ്റ് ഉണ്ട്, ഓപ്പറേഷണൽ കോസ്റ്റ് ഉണ്ട്, ഡെലിവറി കോസ്റ്റ് ഉണ്ട്. അപ്പം പ്രൈസ് കൂട്ടിക്കഴിഞ്ഞാൽ ആക്ച്വലി ആവറേജ് ഓർഡർ വാല്യൂ ആണ് കൂടുന്നത്. ഇപ്പം എനിക്കൊരു സാധനം 10 എണ്ണം ഇപ്പം ഞാൻ വിൽക്കുന്നുണ്ടെങ്കിൽ ആ പ്രൈസ് ഞാൻ 10%, 20%, 30% കൂട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ബോട്ടം ലൈൻ നെറ്റ് പ്രോഫിറ്റ് മാസീവ്ലി ഇൻക്രീസ് ആവും. എക്സാക്ട്ലി. അപ്പോൾ ആ സംഭവം തന്നെയായിരുന്നു എൻ്റെ ഒരു ഫണ്ടമെൻ്റൽ തിങ്. അവിടെ നിന്നൊരു ചെറിയൊരു ബ്രീഫ് ഓഫ് ഐഡിയ കിട്ടി. പിന്നെ ഷോപ്പിഫൈക്ക് എൻ്റർ ചെയ്തപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതാരും ചെയ്യുന്നില്ല. ഷോപ്പിഫൈയിൽ A/B ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം അത്ര കുറേ ഐ തിങ്ക് ഷോപ്പിഫൈ ഹാസ് ദ മോസ്റ്റ് നമ്പർ ഓഫ് ഇ-കൊമേഴ്സ്, മോർ ദാൻ 3 million അപ്പാർട്ട് ഫ്രം WooCommerce ഐ തിങ്ക്. അപ്പോൾ ആ ഒരു എക്കോസിസ്റ്റത്തിൽ കുറേ ഇ-കൊമേഴ്സ് ബ്രാൻഡ്സ് ഉണ്ട്. എസ്പെഷ്യലി ഈ ഷോ കാണുന്ന ആൾക്കാർ കുറേ ഇ-കൊമേഴ്സ് ബ്രാൻഡ്സ് ആയിരിക്കും. അപ്പോൾ അവരൊന്നും ഈ പറഞ്ഞ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള കാര്യം അവെയർ അല്ല. ഇപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കി. സോ വി ബിൽഡ് ഔട്ട് ആൻ A/B ടെസ്റ്റിംഗ് ടൂൾ. നമ്മളൊരു ഷോപ്പിഫൈ സ്റ്റോർസ് റൺ ചെയ്യുന്ന ബ്രാൻഡ്സിന് A/B ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഈ പ്രൈസ് ആണോ അവർക്ക് ബെറ്റർ, ഈ പ്രൈസ് ആണോ ബെറ്റർ? അതെ. അപ്പോൾ ഇതിന് നമ്മൾ A/B ടെസ്റ്റിംഗ് എന്ന് പറയും. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സിമ്പിളായി പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ മിസ്റ്റർ ബീസ്റ്റിൻ്റെ ചാനൽ കാണാമായിരിക്കും. അപ്പോൾ മേ ബി അവരുടെ തമ്മിൽ കണ്ടിട്ടായിരിക്കും നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ ഇ-കൊമേഴ്സ് ഷോൻ്റെ തന്നെ തമ്മിൽ കണ്ടിട്ടായിരിക്കും ആൾക്കാർ ഓരോ വീഡിയോ വാച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട് ടു ടെസ്റ്റ് ഔട്ട് ഡിഫറെന്റ് തംബ്നെയിൽസ്. ഈ തംബ്നെയിലാണോ? അതെ, അവിടെ വാച്ച് ടൈം ആണ്. ഏത് തംബ്നെയിൽ ക്ലിക്ക് ചെയ്തിട്ട് വരുന്ന ആൾക്കാർ കൂടുതൽ വാച്ച് ടൈം ഉള്ളത് അതിന് നമുക്ക് വിന്നറായി ചൂസ് ചെയ്യാൻ പറ്റും. അതെ. അപ്പോൾ അതുപോലെ ഇമാജിൻ മിസ്റ്റർ ബീസ്റ്റ് പോലത്തെ ബ്രാൻഡ് ഒരു 1000 തംബ്നെയിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും, 100 തംബ്നെയിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും ഫോർ ഈച്ച് പർട്ടിക്കുലർ വീഡിയോ. ആ പറഞ്ഞ വീഡിയോ നമ്മൾ കാണുന്ന തംബ്നെയിലായിരിക്കില്ല വേറൊരു ഫോണിൽ കൂടെ നോക്കുമ്പോൾ. അതെ, ദേ ട്രൈ ടെസ്റ്റ് മൾട്ടിപ്പിൾ തംബ്നെയിൽസ് ടു സീ വിച്ച് വൺ വിൻസ് ഓവർ അനദർ. അതെ, അത് വിന്നിംഗ് ആയിട്ടുള്ള സാധനം മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ചിലപ്പോൾ ലൂസിംഗ് ആയിരിക്കും, അപ്പോൾ അതനുസരിച്ച് അത് റിമൂവ് ചെയ്യാം. എനിക്കത് പണ്ട് മാനുവലി ആയിരുന്നു ചെയ്യൽ. ഇപ്പം യൂട്യൂബിൽ തന്നെ ഇൻബിൽറ്റ് ഫീച്ചർ ഉണ്ട്. യൂട്യൂബിൽ ഇൻബിൽറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിലും കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ലൈക്ക് ഈ പറഞ്ഞ നേറ്റീവായിട്ട് ഉണ്ടാക്കുമ്പോൾ കുറേ ലിമിറ്റേഷൻ ഉണ്ട്. സോ അതർ പ്ലേയേഴ്സിനും അവിടെ ഉണ്ടാക്കാൻ പറ്റും. ഐ തിങ്ക് വ്യൂ സ്റ്റാറ്റ്സ് എന്ന ടൂൾ ഉണ്ട്. മിസ്റ്റർ ബീസ്റ്റിന്റെ തന്നെ ഒരു ഓൺ കമ്പനിയാണ് ഉണ്ട്. അപ്പോൾ ആ ടൂൾ വെച്ചിട്ട് ആക്ച്വലി നമുക്ക് യൂട്യൂബ് തംബ്നെയിൽസ് A/B ടെസ്റ്റ് ചെയ്യാൻ പറ്റും. നോട്ട് എ പ്രൊമോഷൻ ബൈ ദ വേ.
പക്ഷേ അത് ഇറ്റ് മേക്സ് സെൻസ് അല്ലേ? അതായത് പലരും വെബ്സൈറ്റ് ഉണ്ടാക്കും, ട്രാഫിക് ഡ്രൈവ് ചെയ്യും, ഓർഡേഴ്സ് ഡിസ്പാച്ച് ചെയ്യും. ഈ ട്രാഫിക് ഡ്രൈവ് ചെയ്യുന്നിടത്ത് നോർമലി ഒരു കൺവേർഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 2%. ഇതൊക്കെയാണ് ഒരു ആവറേജ് കൺവേർഷൻ റേറ്റ്. ഇത് 3 ആക്കി കഴിഞ്ഞാൽ യു ആക്ച്വലി ഡോണ്ട് ഹാവ് മാസീവ് കോസ്റ്റ്. ഓൾറെഡി അതിനുള്ള സ്പെൻഡൊക്കെ കഴിഞ്ഞു. അത് ഒരു പെർസെൻറ്റേജ് കൂടിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് എനോർമസ്ലി ആണ് കൂടുക. എക്സാക്ട്ലി അല്ലേ? പിന്നെ ഒപ്പം തന്നെ ഈ 1-2% പറഞ്ഞു. ഇപ്പം നമ്മൾ പല ബ്രാൻഡ്സിനെ വർക്ക് ചെയ്യുമ്പോൾ ലെസ് ദാൻ 1% ആണ് കുറേ മിക്ക ബ്രാൻഡ്സിനുള്ളത്. അത് അപ്പം ദർ ഈസ് ഹ്യൂജ് റൂം. ഞാൻ ചില വെബ്സൈറ്റ് കണ്ടിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ലാൻഡിങ് പേജിലെത്തും, ഒരൊറ്റ ക്ലിക്കബിൾ ലിങ്ക് പോലും ഉണ്ടാവില്ല. കറക്റ്റ്. അപ്പോൾ ആ ക്ലിക്കബിൾ, അതായത് ആ ഒരു പേജിന് താഴത്തേക്ക് പോകുമ്പോൾ തന്നെ 20% ആൾക്കാർ, ഐ തിങ്ക് 30% ആൾക്കാരാണ് ഫസ്റ്റ് ഫോൾഡ് കഴിഞ്ഞ് സെക്കൻഡ് ഫോൾഡിലേക്ക് എത്താം. സെക്കൻഡ് ഫോൾഡിലേക്ക് എത്തുള്ളൂ. അവിടെ തന്നെ പോയി. അവിടെ തന്നെ ഒരു കോൾ ടു ആക്ഷൻ. ഇമാജിൻ ഇപ്പോൾ നമ്മൾ പല ബ്രാൻഡ്സിനെ ഓഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കോമൺ ആയി കണ്ടെന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് ബോർഡിൽ ഈ പറഞ്ഞ CT ഇല്ല, നെക്സ്റ്റ് പേജിലേക്കുള്ള ഒരു കോൾ ടു ആക്ഷനോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിലേക്കോ കളക്ഷനൊക്കെ എന്നുള്ള സംഭവം ഇല്ല. സോ അവിടെ തന്നെ വലിയൊരു ഹ്യൂജ് ചങ്ക് ഓഫ് ആൾക്കാർ ഡ്രോപ്പ് ഓഫ് ആവും. കുറേ ആൾക്കാരെ കൊണ്ടുപോയിട്ട് എന്താ കാര്യം? അത് ആ ആൾക്കാർ ഇപ്പം കുറേ ആൾക്കാർ ഷോപ്പിൽ കയറി വന്നിട്ട് കാര്യമല്ല. ആ ഷോപ്പിന് എന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാലല്ലേ നമുക്കിത് പിന്നെ ഒരു പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ ഒരു റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ. അതെ, കുറേ ബേസിക് ജനറലി ഫോളോ ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഒപ്പം തന്നെ ഓരോ സ്റ്റോർ സ്പെസിഫിക് അല്ലെങ്കിൽ ആ കാറ്റഗറി സ്പെസിഫിക് ആയിട്ട് കുറേ ഒപ്റ്റിമൈസേഷൻ ചെയ്യാൻ പറ്റും ഓൺ ഈച്ച് വെബ്സൈറ്റ്. അപ്പോൾ അത് ആക്ച്വലി ട്രാഫിക് ബൂസ്റ്റ് ചെയ്യും. ട്രാഫിക് ബൂസ്റ്റ് ചെയ്യല്ല, കൺവേർഷൻ ബൂസ്റ്റ് ചെയ്യും. എഫക്റ്റീവ്ലി നമ്മുടെ ഒരു ഹൈപ്പോസിസ് വിച്ച് ഐ തിങ്ക് ഈസ് ദ വിച്ച് ഇൻ ഫ്യൂച്ചർ ഹാപ്പൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ എല്ലാവരും ഈ ഇ-കൊമേഴ്സ് ബ്രാൻഡ്സ് തുടങ്ങിയിട്ട് ഇനീഷ്യൽ ബഞ്ച് ഓഫ് ട്രാഫിക് പെർഫോമൻസ് മാർക്കറ്റിംഗ് ത്രൂ കൊണ്ടുവരുന്നു. ഒപ്പം തന്നെ പാരലലി SEO ബിൽഡ് ഔട്ട് ചെയ്ത് വിച്ച് ലോങ് ടേം എഫക്ട് ഉണ്ടാക്കും. കറക്റ്റ്. ഒപ്പം തന്നെ ഈ ബ്രാൻഡ്സിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്, കുറേ അല്ല ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഈവൻ മെറ്റാഡ്സ് റൺ ചെയ്യുമ്പോഴാണെങ്കിലും കോമ്പറ്റീഷൻ കൂടും. യുമേ ഇന്നിപ്പോൾ $10 സ്പെൻഡ് ചെയ്തിട്ട് ഒരാളെ കൊണ്ടുവരണമെങ്കിൽ നാളെ ചിലപ്പോൾ $10 കൊണ്ടുവരാൻ പറ്റില്ലായിരിക്കും. അപ്പം അത് SEO ബാക്ക് ഹെൽപ്പ് ചെയ്യും. ഒപ്പം തന്നെ നമ്മൾ കൊണ്ടുവന്ന ട്രാഫിക് ഇതിനെ കൺവേർട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. സോ ഹൗ ക്യാൻ വി കൺവേർട്ട് മോർ പീപ്പിൾ? അതായത് പേ ചെയ്ത് കൊണ്ടുവരുന്ന ആൾക്കാരെ എങ്ങനെ അവരെ കൊണ്ട് റവന്യൂ ഡെറൈവ് ചെയ്യിപ്പിക്കാം. അപ്പം അതിന് ഓൺ സൈറ്റിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈവൻ എന്താ പറയുക, അപ്സെല്ലിംഗ് എലമെന്റ്സ് ആഡ് ചെയ്യാം, ഈവൻ CRO എലമെന്റ്സ് ആഡ് ചെയ്യാം. പിന്നെ ഒപ്പം തന്നെ A/B ടെസ്റ്റ് ചെയ്യാം. അതായത് ഈ വർക്ക് നമ്മൾ ചെയ്ത ചേഞ്ചസ് വെദർ ഇറ്റ്സ് വർക്കിംഗ് ഇൻ ഫേവർ ഓർ വർക്കിംഗ് ഇൻ അഗേൻസ്റ്റ് ഫേവർ എന്നുള്ളത് നമുക്ക് A/B ടെസ്റ്റ് ചെയ്താലേ മനസ്സിലാവുള്ളൂ. ഇത് പറയുമ്പോൾ ഞാൻ ഒരു മാസം മുമ്പ് ഒരു ഗ്രോത്ത് ഹാക്കറെ ഹയർ ചെയ്തിട്ടുണ്ട്. ആ ഗ്രോത്ത് ഹാക്കർ വന്നിട്ട് ഈ ഫസ്റ്റ് ഫോൾഡ് ഉണ്ടല്ലോ, ഈ ഫസ്റ്റ് ഫോൾഡിൽ കുറച്ചും കൂടിയും ആഡ് ടു കാർഡ്സ്, പ്രൊഡക്റ്റിൻ്റെ ആഡ് ടു കാർഡ്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അവൻ വന്നിട്ട് അവിടെ ചെറിയൊരു ചേഞ്ച് ചെയ്ത് 20% ആണ് ആഡ് ടു കാർഡ്സ് കൂടിയത്. ആൻഡ് മൈ ഇഫ് ഐ ആം കറക്റ്റ് മൈ AOV ഇൻക്രീസ് ബൈ 25%. ഒരൊറ്റ ചെറിയ ചേഞ്ച്. എക്സാക്ട്ലി. അപ്പോൾ ഈ സംഭവം ആരും നോക്കണില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു എലമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഡൗട്ടാണ് വെദർ ഇറ്റ് ആക്ച്വലി ഇൻക്രീസ്. കാരണം ആൾക്കാർ അതിനെ പറ്റി അവെയർ അല്ല. അപ്പോൾ ഓക്കെ, AB ഫൈനൽ, എന്നിട്ട് AB ഫൈനൽ നിങ്ങൾ ആപ്പ് ഉണ്ടാക്കി. സോ എന്നിട്ട് അത് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്കില്ല അണ്ടർസ്റ്റാൻഡിങ്സ് എന്തൊക്കെയാണ്? നമ്മൾ AB ഫൈനൽ ഉണ്ടാക്കി ഒരു ലാസ്റ്റ് 1 year മുമ്പ് ഉണ്ടാക്കിയതാണ് ഒരു AB ടെസ്റ്റിംഗ് ടൂൾ. അവിടെ നമുക്ക് സ്പ്ലിറ്റ് URL ടെസ്റ്റിംഗ് ചെയ്യാൻ പറ്റും, ഇമേജ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും, കണ്ടന്റ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും, പ്രൊഡക്റ്റ് പേജ് ടെസ്റ്റിംഗ്, കളക്ഷൻ പേജ്. അതായത് ഈ രീതിയിൽ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് പേജ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ രീതിയിൽ ചെയ്താലാണോ വർക്ക് ചെയ്യുന്നത്? അതെ, ഇപ്പോൾ പ്രൊഡക്റ്റ് പേജ് നമ്മൾ PDP പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ പേജിനെ പറയാം. അപ്പോൾ ലെറ്റ്സ് ഒരു ടൈറ്റിൽ ഉണ്ടാവും, ഇമേജ് ഉണ്ടാവും, റിവ്യൂ ഉണ്ടാവും, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ നമുക്ക് ലെറ്റ്സ് ടൈറ്റിൽ തന്നെ ഒരു മാറ്റം വരുത്തി വിചാരിക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു മെറ്റ ആഡ് റൺ ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെ ഉള്ള ആഡിൽ പറയുന്ന ബെനിഫിറ്റും ഇവിടെ ഉള്ള ബെനിഫിറ്റ് ഉണ്ടാവും. പക്ഷേ ചിലപ്പോൾ ലാസ്റ്റ് ആയിരിക്കും അതിൻ്റെ ഇമേജ് വരുന്നുണ്ടാവാം. ആ ഇമേജ് ചിലപ്പോൾ ഫസ്റ്റ് ഇട്ട് വയ്ക്കുക, ഇമേജിൻ്റെ ഓർഡർ മാറ്റി വിചാരിക്കാം. ഡിപ്പെൻഡിങ് അപ്പോൾ നമ്മൾ ആഡ് ഡ്രൈവ് ചെയ്ത് ഏത് ആഡ് ട്രൂ വരുന്നത് അതനുസരിച്ച് മാറ്റി വിചാരിക്കാം. അപ്പോൾ അവിടെ തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് അപ്ലിഫ്റ്റ് ഉണ്ടാവും അവിടെ. അപ്പോൾ എഫക്റ്റീവ്ലി പ്രൊഡക്റ്റ് പേജിൽ നമുക്ക് പല എലമെൻസും ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഈവൻ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ഇമേജൊക്കെ ഓർഡർ മാറ്റിയിട്ടോ അതിൻ്റെ ഇത് ഫ്ലക്ച്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ ബൂസ്റ്റ് ഉണ്ടാവും. ഫെലിക്സ് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പം എനിക്ക് ഓർമ്മയില്ല, ഒരു ചെറിയ ഗ്രോത്ത് ഹാക്ക് ഞാൻ ചെയ്തിരുന്നു. ഞങ്ങൾ വെബ്സൈറ്റ് തുടങ്ങിയപ്പം റൈറ്റ് സൈഡിൽ താഴത്തായിരുന്നു നമ്മൾ ചാറ്റ് ബട്ടൺ വെക്കുക. ആ സമയത്ത് ചാറ്റൊക്കെ നല്ലോണം വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് ഭയങ്കര ലോഡായി, കാരണം ചാറ്റ് വരുന്നുണ്ട്. കാരണം കുറേ കസ്റ്റമേഴ്സ് ഈ ചാറ്റ് മേൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. കാരണം അത് ആ ഒരു തമ്പിൻ്റെ ഏരിയയിൽ വരുന്നതുകൊണ്ട് ചാറ്റിൽ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യും. ഞാൻ എന്ത് ചെയ്തു, ചാറ്റ് ബട്ടൺ അന്ന് 120 ചാറ്റ് ഉണ്ടായിരുന്നു.
ഞാൻ ചാറ്റ് ബട്ടൺ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്ത് മാറ്റി, സിമ്പിൾ. പക്ഷേ ചാറ്റ് 120 എന്നുള്ളത് 20 എന്നായി. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി, ചാറ്റ് കുറഞ്ഞ് രക്ഷപ്പെട്ടു, ഭയങ്കര ലോഡ് ചാറ്റ് ഏജൻസിനൊക്കെ. പക്ഷെ അതിൻ്റെ കൂടെ വേറെ കാര്യങ്ങൾ സംഭവിച്ചു, എൻ്റെ കൺവേർഷൻ റേറ്റ് അവിടെ കുറഞ്ഞു കിട്ടി, ആൾക്കാർ ബൈ ചെയ്യലും കുറഞ്ഞു കിട്ടി. അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത്, ചാറ്റ് വരുമ്പോൾ നമ്മൾ കുറേ പുതിയ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് ഇട്ടപ്പോൾ കസ്റ്റമേഴ്സ് അത് നോട്ട് ചെയ്യാണ്ടായി. ഞാൻ മനസ്സിലാക്കിയത്, ഈ ചാറ്റ് ചെയ്യുമ്പോൾ ദേ ആർ ചാറ്റിംഗ് ടു എ ലൈവ് ഏജൻറ്റ്. അപ്പോൾ അവർക്കറിയാം ഇതിന് പിന്നിൽ ഒരാളുണ്ട്, ഈ പ്രൊഡക്റ്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് ഇവരോട് ചാറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ അകത്തൊരു ട്രസ്റ്റ് ബിൽഡിങ് നടക്കേണ്ടിയിരുന്നു, വിച്ച് ഞാൻ മനസ്സിലാക്കില്ല. ഞാൻ എൻ്റെ ലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പുതിയ ചാറ്റ് ഏജൻസി ഞാൻ വേഗം ലെഫ്റ്റിലേക്ക് എടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ സെയിൽ കൂട്ടുന്നതിന് പകരം, അതായത് ഇതിൻ്റെ ലോഡ് കുറഞ്ഞിട്ടുണ്ട് പക്ഷെ സെയിലും അങ്ങോട്ട് കുറഞ്ഞ് തിരിച്ചിങ്ങോട്ട് തന്നെ. ഇതിൻ്റെ ഒരു ഫെയിൽഡായ പിന്നെ എക്സ്പെരിമെൻ്റ് ആണ്. ആക്ച്വലി മിക്ക ടെസ്റ്റും ഫെയിൽ ആവും. അപ്പോൾ ഇതിൽ നമ്മൾ കിട്ടിയ ഇൻസൈറ്റ്സ് വെച്ച് നമ്മൾ എന്ത് റൈറ്റ് ആക്ഷൻ എടുക്കുന്നു അതിലാണ്. ഇപ്പോൾ എക്സാമ്പിൾ ഈ കേസിൽ വേറൊരു ആളെ ഹയർ ചെയ്തപ്പോഴാണ് ഈ ഒരു ഇഷ്യൂ സോൾവ് ചെയ്തത്. അതെ. അപ്പോൾ അതേപോലെ ഐ തിങ്ക് മിക്ക ടെസ്റ്റും ഫെയിൽ ആവണം. ടെസ്റ്റ് റൺ ചെയ്യുന്ന ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടായെടുത്താലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ വാട്ട് എക്സാക്ട്ലി ടു ചേഞ്ച് എന്നുള്ളത്. അതെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ എക്സ്പെരിമെൻറ്റ്സ് ഭയങ്കര ഒരു ഫാക്ടറാണ്. ഞാൻ വിചാരിക്കുന്നത് പിന്നെ അതിന് തന്നെ നമ്മളൊരു ഫണ്ട് മാറ്റി വെക്കണം. അതെ, എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ. പിന്നെ വലിയ കമ്പനീസ് ഇപ്പോൾ Booking.com അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ്, ഇവരൊക്കെ പല ഭാഗത്തായി പല സമയങ്ങളിലായിട്ട് പല ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്, ലൈക്ക് വിത്തിൻ ദ ഓർഗനൈസേഷൻ. അപ്പോൾ അതിൽ ചിലത് വർക്കാവും, അത് അവർ മെയിൻറ്റെയിൻ ചെയ്യും, ചിലത് വർക്കാവാത്തവർ മാറ്റിയും. സോ ഇറ്റ്സ് ലൈക്ക് എ കണ്ടിന്യൂസ് തിങ്. ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല. ഇല്ല, ശരിയാവുന്ന എലമെന്റ് ആയിരിക്കാം മേ ബി ഒരു എക്സ്ട്രാ 10 മില്യണോ എക്സ്ട്രാ 1 മില്യൺ ഡ്രൈവ് ചെയ്യുന്ന സാധനം. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത് ഡോളർ ഷേവ് കമ്പനിയുടെ കേസിലാണെങ്കിൽ ഒരു പ്രൊഡക്റ്റിൽ സൈറ്റ് പോകുമ്പോൾ പല പ്രൊഡക്ട്സും ഇങ്ങനെ കാണിക്കുന്നുണ്ട്, അത് മാറ്റി അവർ എന്ത് ചെയ്തു, അതെല്ലാം റിമൂവ് ചെയ്തിട്ട് ഒരു സിംഗിൾ പ്രൊഡക്റ്റ്, പിന്നെ ഒപ്പം തന്നെ അത് സബ്സ്ക്രൈബ് ആൻഡ് സേവിനുള്ള ഓപ്ഷൻ വെച്ചു, വിച്ച് ഐ തിങ്ക് ഇത് 1.2 മില്യൺ എന്തോ എക്സ്ട്രാ ഏൺ ചെയ്യാൻ പറ്റി. അതായത് അവർ ക്ലട്ടർ കുറച്ച് വളരെ മിനിമൽ സാധനമാക്കി മാറ്റി. അപ്പോൾ ഇത് ചിലപ്പോൾ വേറൊരു സ്ഥലത്ത് ട്രൈ ചെയ്ത് ഇതായിരിക്കില്ല റിസൾട്ട്. സോ വാട്ട് വർക്ക്സ് ഫോർ യു ബ്രാൻഡ് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കിയെടുക്കാം. അതിന് നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് ഓഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഹോട്ട്ജാറും ഈ പറഞ്ഞ ഗൂഗിൾ അനലിറ്റിക്സ് ഒക്കെ ഓഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഈ പറഞ്ഞ ഡാറ്റ വെച്ചിട്ട് നമുക്ക് ബാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫൗണ്ടർ, ആ ഗ്രോത്ത് ഹാക്കറെ വിശ്വസിക്കണം. അതെ അല്ലേ? ഞാൻ ഇപ്പം ഒരു ഗ്രോത്ത് ഹാക്കറെ ഹയർ ചെയ്തു എന്ന് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞത് എൻഡ് ഓഫ് ദ മന്തിലേ ചോദിക്കുള്ളൂ. നീ എക്സ്പെരിമെൻറ്റ്സ് റൺ ചെയ്തോ, വട്ട് എവർ ബീറ്റ്, എനിക്ക് വേണ്ടത് എനിക്ക് ഇത്ര സെയിലുണ്ട്, ആ സെയിൽ താഴത്തേക്ക് പോയ പ്രശ്നം. പക്ഷെ ചില എക്സ്പെരിമെൻറ്റുകൾ താഴെ കൊണ്ടുപോകും, ചില എക്സ്പെരിമെൻറ്റ് മുകളിൽ കൊണ്ടുപോകും. ഐ എം ഗിവിങ് യു എ മന്ത്. ആ മന്ത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കും, ഓക്കെ എന്താണ് സംഭവിച്ചത്, ആഡ് ടു കാർട്സ്. അത് വീക്കിലി ഞാനൊരു മോണിറ്ററിങ് ഷീറ്റ് വെച്ചിട്ടുണ്ട്, ആഡ് ടു കാർട്സ്, AOV, കാർട്ട് ടു ചെക്കൗട്ട് കൺവേർഷൻ റേഷ്യോ, ഇതൊക്കെ ഞാൻ ഷീറ്റ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വീക്കിലി അറിയാം എന്തൊക്കെയാണ് സംഭവിക്കണമെന്ന്. എനിക്കൊന്ന് ഫസ്റ്റ് വീക്കിൽ ഭയങ്കരമായിട്ട് കൂടി, സെക്കൻഡ് വീക്കിൽ കുറഞ്ഞു, തേർഡ് വീക്ക് ഞാൻ നോക്കിയിട്ടില്ല, തേർഡ് വീക്ക് ഇനി നോക്കണം. അപ്പം അവരെ വിശ്വസിക്കണം. ഇപ്പം നമ്മളൊരു ഗ്രോത്ത് ഹാക്കറെ ഹയർ ചെയ്തിട്ട് കാര്യമല്ല, അവനെല്ലാത്തിനും വന്നിട്ട് നമ്മളോട് പെർമിഷൻ ചോദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സ്ലോ ആവും. ആക്ച്വലി ഇത് സ്ലോ ആവും. പിന്നെ ഹി വിൽ ഓൾസോ ലൂസ് ഫോക്കസ്. ആ ഇൻട്രസ്റ്റ് പോയി. ഇത് ഭയങ്കര എന്താ പറയുക, മോട്ടിവേറ്റഡ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോൾ ഫെലിക്സ് എനിക്ക് തോന്നുന്നത് കുറച്ച് ആപ്സ് ഒക്കെ ബിൽഡ് ചെയ്ത്, അപ്പം ഫെലിക്സ് മിസ്സായ ഒരു സാധനവും ആ ഒരു എന്താ പറയുക പാഷനായിരിക്കാം. കാരണം ഇതിങ്ങനെ എക്സ്പെരിമെൻ്റ് ചെയ്ത് അതിങ്ങനെ ഗ്രോ ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കരമായ ഒരു എന്താ പറയുക ഒരു എനർജി വരാനുണ്ട്. എക്സാക്ട്ലി. അപ്പോൾ നമ്മൾക്ക് ആയാലും നമ്മുടെ കുറേ ആപ്സ് ഉണ്ട്, ഷോപ്പിഫൈലാണെങ്കിലും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറേ ഒപ്റ്റിമൈസേഷൻ ചെയ്യാറുണ്ട്. എക്സാമ്പിൾ ആണെങ്കിൽ ഒരു വന്ന ആൾക്ക് ട്രെയിൽ കൊടുക്കുക, അല്ലെങ്കിൽ വന്ന ആളുടെ യൂസർ ജേർണി മനസ്സിലാക്കുക. ബേസിക്കലി സൈക്കോളജിയാണ്. ഒരു യൂസർ ലാൻഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സൈക്കോളജിക്കലി ആ യൂസർക്ക് കാണേണ്ട എന്തൊക്കെ സംഭവമാണെന്നുള്ളത് കാണിച്ചു കൊടുക്കുക, ഫോർ ദം ടു മേക്ക് എ സ്മൂത്ത് ഫ്ലോ ഫ്രം ടു ദ ഹോം പേജ് ടു ദ ചെക്കൗട്ട് പേജ്. കറക്റ്റ്. ഒരു എക്സാമ്പിൾ പറയാൻ നമ്മൾ ആയാലും ഓഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പേജിലാണെങ്കിൽ ഫസ്റ്റ് ലാൻഡിംഗ് പേജ്, ഹോം പേജ് ഉണ്ട്, പിന്നെ കളക്ഷൻ പേജ്, പിന്നെ പ്രൊഡക്റ്റ് പേജ്, പിന്നെ കാർട്ട് പേജ്, പിന്നെ ചെക്കൗട്ട് പേജ്. അപ്പോൾ ഈ ഒരു യൂസർ ലാൻഡപ്പ് ചെയ്ത് ആഡ് ത്രൂ ഇത് ലാൻഡപ്പ് ചെയ്ത് വരുന്ന ഈ ഒരു ഫ്ലോ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ എവിടെയൊക്കെ മിനിമൽ ഫ്രിക്ഷൻസ് കൊടുക്കാം ഫോർ ദം ടു മൂവ് ഫ്രം വൺ സ്റ്റേജ് ടു അനദർ സ്റ്റേജ്. അപ്പോൾ അവിടെയാണ് ഈ CRO ഫണ്ടമെൻ്റലി നോക്കുന്നത്. അപ്പോൾ അവിടെ അതിനായിട്ട് ഒരാൾ ഇരുന്നാലാണ് കിട്ടുള്ളൂ. കാരണം ഒരു സ്റ്റോർ ഓണറെ സംബന്ധിച്ചോളം അവർക്ക് റവന്യൂ ബിസിനസ് ആണ് കൂട്ടുന്നുണ്ട്. ഇതിനായിട്ട് ഇരിക്കാൻ ഒരു ഡെഡിക്കേറ്റഡ് ആളുണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്. കറക്റ്റ്. ആ ഡെഡിക്കേറ്റഡ് ആളെ കിട്ടാൻ വേണ്ടിയിട്ട് ഇറ്റ് ടുക്ക് മീ മന്ത്സ്. ഇത് സൂപ്പർ ഹാർഡ്. അതായത് ഒന്ന് ഞാൻ മനസ്സിലാക്കുക, ബീങ് എ ഗ്രോത്ത് മാർക്കറ്റർ പറയുകയാണെങ്കിൽ വളരെ റെയർലി കുറച്ച് ആൾക്കാരെ ചിന്തിക്കുള്ളൂ. ഐ മീൻ ഈ
എല്ലാവരും ഈ കോഴ്സും ഇതും അല്ലെങ്കിൽ ഇവിടെ നിന്ന് പഠിച്ചിട്ടൊക്കെ വരുമ്പോൾ ആ ഒരു ചിന്തിക്കുന്ന കേപ്പബിലിറ്റി അവർ മറന്നു പോകും. അതെ, അത് വേറെ തന്നെ ഒരു മൈൻഡ് സെറ്റ് ആണ്. അതെ, അവർ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് നോളജ് അതേപോലെ റെഡിലി അപ്ലൈ ചെയ്യാൻ വരുന്നവരാണ് പ്രശ്നം വരുന്നത്. എഫക്റ്റീവ്ലി ആ ചിന്തിക്കുന്ന ഒരു കേപ്പബിലിറ്റി നമുക്ക് ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ then that's the best hire. ഞാൻ ബേസിക്കലി മീൻസ് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് ഞാൻ തന്നെ ഇരുന്ന് നോക്കി. ഞാൻ കുറച്ച് ഗ്രോത്ത് ഹാക്സ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഡെഫിനറ്റ്ലി വർക്ക് ചെയ്യും. ദെൻ ഐ ട്രൈ ടു ഫൈൻഡ് വൺ പേഴ്സൺ. കാരണം എനിക്ക് അതുമേൽ സ്പെൻഡ് ചെയ്യാനുള്ള സമയമല്ല. മീൻ വൈൽ ഐ വാസ് വർക്കിംഗ് വിത്ത് ഏജൻസീസ് ടു. അപ്പോൾ ഇത് വളരെ ക്ലിയർ ആയതുകൊണ്ട് ഇനി അടുത്തൊരു സ്റ്റെപ്പ് ഒരു ഏജൻസി പ്ലസ് ഈ ഗ്രോത്ത് ഹാക്കറാണ് ഞാൻ നോക്കുന്നത്, ഈവൻ പ്ലസ് ദ എ ബി ടെസ്റ്റ് ടൂൾ. അപ്പം ദാറ്റ് റിയലി വർക്ക്സ്. പക്ഷേ ബേസിക്കലി ഈ ഫൗണ്ടർ ട്രസ്റ്റ് ചെയ്യണം. അതെ, അപ്പോൾ അത് 1-2 ഹാക്സ് ചെയ്യുമ്പം തന്നെ എനിക്ക് തോന്നുന്നത് ആ സ്റ്റോറിന് മനസ്സിലാവും ഇത് കൊള്ളാം. കാരണം ഇതിൻ്റെ അകത്ത് അഡീഷണൽ ചിലവ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഏജൻസിനെ ആ ഒരു റിസോഴ്സിനെ ഹയർ ചെയ്യുന്ന ചിലവാണ്. പക്ഷേ ദ എമൗണ്ട് ഓഫ് റിട്ടേൺസ് ഇതിൻ്റെ അകത്ത് വരാൻ പോണ റിട്ടേൺസ് വളരെ മാസീവ് ആയിരിക്കും. എക്സാക്ട്ലി. അപ്പോൾ ആ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1% കൺവേർഷൻ നിന്ന് 2% എത്തിച്ചു. കറക്റ്റ്. അത് മന്ത് ഓൺ മന്ത് ആ പെർസെൻറ്റേജ് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ROI വിൽ ബി ഹ്യൂജ്. കാരണം 1.1 ആക്കി കഴിഞ്ഞാലും ദ ROI വിൽ ബി ഹ്യൂജ്. എക്സാക്ട്ലി, റൈറ്റ്. ഈവൻ എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പോൾ ഒരു ഫ്രീ ഷിപ്പിങ്ങിൻ്റെ ബാനർ തന്നെ ഇട്ടാൽ തന്നെ ഇറ്റ് വിൽ ഹെൽപ്പ് പീപ്പിൾ ടു അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കുറേ ബേസിക് ഫണ്ടമെന്റൽ നോക്കുകയാണെങ്കിൽ ഇതൊരു പ്രോപ്പർ CR ഓഡിറ്റ് ചെയ്യാനുള്ള ടൈം നമുക്കില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് വേറെ പോഡ്കാസ്റ്റിൽ അതാണെങ്കിൽ ചെയ്യാം. അപ്പം ഈ ഫ്രീ ഗിഫ്റ്റ് പറഞ്ഞ പോലെ തന്നെ, അതായത് പിന്നെ ആവറേജ് ഓർഡർ വാല്യൂ കൂട്ടുക. എങ്ങനെ ആവറേജ് വാല്യൂ കൂട്ടുക? അപ്പം നമ്മൾ പറയാം ഓക്കെ ഇത്രയും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫ്രീ ഗിഫ്റ്റ് തരും. പക്ഷെ നമ്മൾ ഡിഫൈൻ ചെയ്യണം, അത് ഡാറ്റ വെച്ചിട്ട് നോക്കണം വാട്ട് ഈസ് ദാറ്റ് ഐഡിയൽ നമ്പർ. അവിടെയാണ് ആ ഗെയിം കിടക്കുന്നത്. അതെ, അല്ലാണ്ട് ഫ്രീ ഗിഫ്റ്റ് കൊടുക്കണേതല്ല. എന്താണ് ആ ഐഡിയൽ നമ്പർ, വാട്ട് മേക്സ് സെൻസ്, എങ്ങനെ നിങ്ങൾക്ക് നെറ്റ് പ്രോഫിറ്റ് കൂട്ടാം. സെയിൽസ് കൂട്ടാൻ എല്ലാവർക്കും പറ്റും, നമ്പർ ഓഫ് ഓർഡേഴ്സ് കൂട്ടും. പക്ഷെ നമ്പർ ഓഫ് ഓർഡേഴ്സ് കൂടുമ്പോൾ അവിടെ ചിലവുണ്ട്. അതിന് പകരം ആവറേജ് ഓർഡർ വാല്യൂ കൂട്ടി കഴിഞ്ഞാൽ നിങ്ങളെ നെറ്റ് പ്രോഫിറ്റ് ഡയറക്ട്ലി ഇമ്പാക്റ്റ് ആണ്. ഒരു ഡൗട്ടും ഇല്ല. പിന്നെ കൺവേർഷൻ, എനിത്തിങ് റിഗാർഡിങ് കൺവേർഷൻ ഇറ്റ്സ് എ നോ ബ്രെയിനർ. ഇവിടെ എല്ലാവരും നമ്മളൊരു നെറ്റ്വർക്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്താൽ എല്ലാവർക്കും ഇപ്പോൾ ട്രാഫിക് കൊണ്ടുവരാൻ അറിയാം, SEO ചെയ്യാൻ, ആസ് ഫെലിക്സ് സെഡ്, പെയ്ഡ് മാർക്കറ്റിംഗ് അറിയാം, ലോങ് ടേമിൽ SEO ആണെന്ന് അറിയാം, കണ്ടന്റ് അറിയാം. പക്ഷേ മിസ്സിങ് ഒരു പീസും കൂടി ഉണ്ട്, കൺവേർഷൻ റേറ്റ് ഒപ്റ്റിമൈസേഷൻ. എക്സാക്ട്ലി. ഇത് ആരും സോൾവ് ചെയ്യില്ല. അപ്പോൾ ഇപ്പോൾ ഒരു ചെറിയ ഹിന്റ് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ടൂൾ ഉണ്ടാക്കി കുറേ ബ്രാൻഡ് സൈഡ് വർക്ക് ചെയ്തപ്പോൾ മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോസസ്സിൽ തന്നെ കുറേ കാര്യങ്ങളുണ്ട്. ലെറ്റ്സ് ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ ഹൈപ്പോത്തിസിസ് ബിൽഡ് ചെയ്യുക, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതനുസരിച്ചിട്ട് എന്തൊക്കെ ടെസ്റ്റുകൾ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തു, എന്നിട്ട് അത് പ്രയോറിറ്റൈസ് ചെയ്യണം, ഏത് ടെസ്റ്റ് റൺ ചെയ്യണം, എപ്പോൾ റൺ ചെയ്യണം ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഇരിക്കുന്ന ടാലൻസോ അതിനുള്ള ഇതില്ല. ടു ബി ഓണസ്റ്റ് പറയുകയാണെങ്കിൽ ടാലന്റ് പൂളേ ഇല്ല, ആർക്കും അറിയില്ല ഈ സംഭവം ഉള്ള കാര്യം തന്നെ. അപ്പോൾ നമ്മൾ പിന്നെയാണ് മനസ്സിലായത് നമ്മൾ ടൂൾ ബിൽഡ് ചെയ്തിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. നമുക്ക് അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് അപ്പോഴാണ് ഒരു CR ഏജൻസി പോലെ നമ്മൾ ആലോചിച്ച് തുടങ്ങിയത്. സോ ഹോൾ ഐഡിയ ഈസ് വി ഡു ദ CR ഫോർ ദം ഓൺ ദ ബിഹാഫ്, സോ ദേ ഡോണ്ട് നീഡ് ടു മേക്ക് എക്സ്ട്രാ ഹയേഴ്സ് ഓർ എനിത്തിങ്. ഇവൻ നമ്മുടെ ടൂൾസ് തന്നെ A/B ടെസ്റ്റിംഗ് ടൂൾ തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എഫക്റ്റീവ്ലി നമുക്ക് ലേണിങ്സും അവർക്ക് റിട്ടേൺ ഉണ്ടാക്കണമെങ്കിൽ ഒരു പെർഫെക്റ്റ് മെത്തേഡായി തോന്നിയത് CR ഏജൻസിയാണ്. കറക്റ്റ്. അതെ, ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി വർക്ക്. മീൻസ് ഇതൊരു നോ ബ്രെയിനറാണ് ഏത് സ്റ്റോറിനെ സംബന്ധിച്ചിടത്തോളം. എങ്ങനെ കൺവേർഷൻ റേറ്റ് ഒപ്റ്റിമൈസ് ഇത് വൈ ആർ ഈവൻ പീപ്പിൾ തിങ്കിങ് ഓഫ് ഇറ്റ് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ ബേസിക്കലി ആ ഒരു അവയർനെസ് ഇല്ല. ഇതിങ്ങനെ ഈസിലി പറഞ്ഞാൽ ഞങ്ങൾ അതുമേലെ ഒരു ആപ്പ് തന്നെ ബിൽഡ് ചെയ്തിട്ടുണ്ട്, പേജ് സ്പീഡിന്റെ ആപ്പ്. സ്പീഡൊക്കെ ഭയങ്കര ഡിപ്പെൻഡന്റ്. അതായത് ഒരു സെക്കൻഡ് ഗൂഗിളിന്റെ ഒരു ഇതന്നെ ഉണ്ട്, ഒരു സെക്കൻഡ് ഡിലേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ 50% ആൾക്കാരെ ലോസ്റ്റ് ആവും. നമ്മൾ കുറെ ആഡ് ചെയ്ത് സാധനം കൊണ്ടുവരും, പേജിലൂടെ നമ്മളെ കസ്റ്റമറിന്റെ ഷൂസിൽ ഇട്ട് നോക്കിയാൽ മതി. നമ്മളൊരു ആഡ് മേലെ ക്ലിക്ക് ചെയ്തു, ആ ആഡ് ക്ലിക്ക് ചെയ്ത് വിത്തിൻ എ ഫ്യൂ സെക്കൻഡ്സ് അല്ലെങ്കിൽ വിത്തിൻ മൈക്രോ സെക്കൻഡ്സ് അത് ഓപ്പൺ ആക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ അടുത്ത പേജിലേക്ക് പോകും. അതോടുകൂടി ആ സ്റ്റോർ ഓർഡർക്ക് ലൂസ് ചെയ്യുന്നത് ഒരു ആഡിന്റെ ക്ലിക്കാണ്. നേരെ മറിച്ച് അത് അപ്പം തന്നെ ലോഡ് ആവുന്നുണ്ടോ, ദാറ്റ് മേക്സ് എ ഹോൾ ഡിഫറൻസ്. പെട്ടെന്ന് സ്റ്റോർ ലോഡായി, അപ്പം തന്നെ ഓക്കെ ആഡ് ടു കാർട്ട് ആഡ് ചെയ്തു, പിന്നെ അങ്ങോട്ടേക്കുള്ള ഫ്ലോ സെറ്റാണ്. പക്ഷേ നമ്മളിപ്പോൾ 100 rupees മുടക്കിയിട്ട് ഒരു കസ്റ്റമറെ കൊണ്ടുവന്നു, ആ കസ്റ്റമർ ആ പേജ് നോക്കാണ്ട് പുറത്തിറങ്ങിപ്പോയി. ഇറ്റ്സ് എത്ര കാശാണ് കളയുന്നത്. അപ്പോൾ ഈ CR എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ പല ആക്ടിവിറ്റീസ് വരും, റൈറ്റ് ഫ്രം ദ പേജ് സ്പീഡ് ടു അപ്പ് സെല്ലിംഗ് ടു പല എലമെന്റ്സും, പോസ്റ്റ് അപ്പ് സെല്ലിംഗ് പലതും വരും ഇതിനുള്ളിൽ. അപ്പോൾ അതിന് വേണ്ടിയായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ നല്ല ഐഡിയ ആയിരിക്കും. ദിസ് മേക്സ് സെൻസ്.
കുറച്ച് ട്രാഫിക് ഇല്ല വെബ്സൈറ്റിനാണ് ഇത് ശരിക്കും വർക്കൗട്ട് ചെയ്യേണ്ടത്. അത് ഞാൻ ഐ വുഡ് സേ CRO ഇപ്പോൾ എല്ലാ സൈറ്റും മേ ബി നമ്മുടെ കണക്ക് പ്രകാരം പറയുകയാണെങ്കിൽ 80,000 സെഷൻസ് പെർ മന്തിനും മുകളിലുള്ളതും താഴെയുള്ളതും. മുകളിലുള്ളവർക്കാണ് A/B ടെസ്റ്റിംഗ് റെലവെന്റ് ആയിട്ടുള്ളത്, അല്ലാത്തവർക്ക് A/B ടെസ്റ്റിംഗ് റെലവെന്റ് ആയിരിക്കില്ല. ഈ ഒരു ഡാറ്റ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കന്റ് ആണെങ്കിൽ മാത്രമാണ് ഇത് വർക്കൗട്ട് ആവുള്ളൂ. അല്ലാത്ത കേസിൽ ജസ്റ്റ് ബേസിക് CRO തന്നെ മതി. അപ്പോൾ അവിടെ നമുക്ക് CRO ഇംപ്ലിമെന്റ് ചെയ്തിട്ട് നമുക്ക് ഹോട്ട്ജാർ പോലത്തെ ഹീറ്റ് മാറ്റ് റെക്കോർഡിംഗ് ഒക്കെ അനലൈസ് ചെയ്താൽ മനസ്സിലാവും ആ ചേഞ്ച് വന്നില്ല എന്നുള്ളത്. അപ്പോൾ നമ്മളതാണ് സജസ്റ്റ് ചെയ്യണത്. ലെസ് ദാൻ 80,000 സെഷൻസ് ആണ് ഉണ്ടെങ്കിൽ ബേസിക് CRO മതി. അതിന് മുകളിലാണെങ്കിൽ A/B ടെസ്റ്റിംഗ് കൂടി ആഡ് ചെയ്ത് ചെയ്യാം. കറക്റ്റ്. എനിക്ക് തോന്നുന്നത് ഞാൻ ആക്ച്വലി മോർ ദാൻ ലാക്സ് വ്യൂസിലെ സ്റ്റോഴ്സ് കണ്ടിട്ടുണ്ട്. അവിടെ ഒന്നും ഒരു കൺവേർഷൻ റേറ്റ് ഒപ്റ്റിമൈസേഷൻ ആരും ചെയ്യുന്നില്ല. കാരണം അതിൻ്റെ അവയർനെസ് ആണ്. അതാണ് നമ്മളിപ്പോൾ ഇത് ബ്രിഡ്ജ് ചെയ്യാൻ നോക്കുന്നതും ഈ പോഡ്കാസ്റ്റ് ത്രൂ. ഇങ്ങനൊരു സാധനം ഉണ്ടെന്നും ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി റവന്യൂ ഇൻക്രീസ് ആവും. പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ബഡ്ജറ്റ് ആക്ച്വലി എക്സ്പെരിമെൻറ്റേഷൻ എപ്പോഴും മാറ്റി വെക്കും. ഒരു ലക്ഷത്തിൻ്റെ അടുത്ത് എക്സ്പെരിമെൻറ്റേഷന് മാറ്റി വെക്കും. അപ്പോൾ എനിക്ക് ആരെ വേണമെങ്കിൽ ഹയർ ചെയ്യാം. അത് ഏജൻസി ആവാം, അത് ഇൻഹൗസ് റിസോഴ്സ് ആവാം, അതൊരു ആപ്പ് ആവാം. അപ്പോൾ അത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷനില്ല. അത് വെച്ചിട്ട് നമുക്ക് എപ്പോഴും എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ട് നിൽക്കാം. ആൻഡ് വെൻ ഐ ഗെറ്റ് എ റിസൾട്ട് ഔട്ട് ഓഫ് ദാറ്റ് എക്സ്പെരിമെൻറ്റ് ആ ഫണ്ട് വീണ്ടും ഫ്രീ ആയി. അപ്പോൾ അത് പിന്നെ അടുത്തയിലേക്ക് ഇടാം. ഇതായിരിക്കണം എല്ലാവരും ചെയ്യണതാണ് എൻ്റെ അഭിപ്രായം. ഒരു സ്പെസിഫിക് എമൗണ്ട് മാറ്റി വെക്കുക ഫോർ ജസ്റ്റ് എക്സ്പെരിമെൻറ്റ്സ്. എന്നിട്ട് ആ എക്സ്പെരിമെൻറ്റ് ഒന്ന് ഫെയിൽ ആവും. അപ്പോൾ എല്ലാ മാസവും ഈ ഫണ്ട് മാറ്റി വെക്കുന്നുണ്ടല്ലോ, ആ ഫെയിൽ ഓക്കെ നോ പ്രോബ്ലം, അടുത്ത എക്സ്പെരിമെൻറ്റ് ചെയ്യുക. അപ്പോൾ ആ ഫണ്ട് വീണ്ടും റിലീസ് ആവും. ഓക്കെ സെറ്റ്, ഇനി ലെറ്റ് മീ അഗെയിൻ ഇൻവെസ്റ്റ്. അപ്പോൾ അതാണ് ഇപ്പം ദാറ്റ് ഈസ് വർക്കിംഗ് ഫോർ മീ. അതാണ് ഞാൻ ഇപ്പം കണ്ടുപിടിച്ച ഒരു മെത്തേഡ്. അതുപോലെ തന്നെ എല്ലാ ബ്രാൻഡ്സും അതുപോലെ ചിന്തിക്കേണ്ട സമയമായി. ഐ തിങ്ക് തന്നെ നമ്മുടെ കേരളത്തിന് കുറേ നല്ല ബ്രാൻഡ്സ് ഉണ്ട് വിച്ച് മീൻസ് 10,000 ഒക്കെ മന്ത്ലി ഓർഡേഴ്സ് ഉള്ള ബ്രാൻഡ്സ് ഉണ്ട്. അവർക്കൊക്കെ ക്ലിയർലി നെക്സ്റ്റ് എന്ത് ചെയ്യണമെന്നുള്ളത് ക്ലിയർലി വിസിബിൾ ആണ്. A/B ടെസ്റ്റിംഗ് CRO ആണ്. അവരുടെ വെബ്സൈറ്റ് ഒക്കെ നോക്കുമ്പോൾ ഷിറ്റ് ബട്ട് സ്റ്റിൽ ദേ ഗെറ്റ് ദ കൺവേർഷൻ ആൻഡ് എവറിത്തിങ്. പക്ഷെ അവിടെ എത്രയോ കൂടുതൽ ചെയ്യാം. ആക്ച്വലി എല്ലാവരും റവന്യൂ നോക്കും, ഇത്ര മന്തിൽ ഇത്ര ഉണ്ടാക്കി എന്നുള്ളത് നോക്കും. പക്ഷെ ആ കൺവേർഷൻ പേജ് ഉണ്ടല്ലോ, കൺവേർഷൻ റേറ്റ് ഉണ്ടല്ലോ, അതായത് ഷോപ്പിഫൈയിൽ റിപ്പോർട്ട്സ് പോയിട്ട് കൺവേർഷൻ റേറ്റ് അത് ചിലപ്പോൾ ലെസ് ദാൻ 1 0.75 ഒക്കെ ആയിരിക്കും. അത് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് തന്നെ 3% പറയുന്നത്, 2.5 to 3. അപ്പം അതിലേക്കുള്ള ഒരു ഇത് ഓരോ 0.1% ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എക്സ്ട്രാ 10 lakh ഒക്കെ വരുന്നത്. ആ മെട്രിക്കുമ്പോൾ ഫോക്കസ് ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ കുറേ ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റും. കറക്റ്റ്. ഐ തിങ്ക് നമ്മളത് ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെ മതിയാവും. ഇത് വെച്ചിട്ട് ഇനി നമ്മളെ കേരളത്തിലെ സ്റ്റോറുകൾക്ക് അല്ലെങ്കിൽ മലയാളികൾ നടത്തുന്ന സ്റ്റോറുകൾ അവർക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായിട്ടില്ലെങ്കിൽ യുവർ ലോസ്, അതേ പറയാനുള്ളൂ. നമ്മൾ വളരെ ബേസിലൂടെ പോയതാണ്. അതായത് വൈ ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്, എന്തുകൊണ്ടാണ് കൺവേർഷൻ റേറ്റ് ഇമ്പ്രൂവ്. നമ്മൾ എത്ര കാശ് നമ്മൾ മുടക്കുന്നത് SEO ആണ്, പെയ്ഡ് മാർക്കറ്റിംഗിൽ എത്ര കാശാണ് മുടക്കുന്നത്. ചെറിയൊരു ഒപ്റ്റിമൈസേഷൻ കാരണം അതിൻ്റെ റിട്ടേൺസ് മൾട്ടിപ്ലൈ ചെയ്യും. പക്ഷെ അത് മനസ്സിലാക്കുന്നില്ല. ഇവിടുത്തെ ഏജൻസികൾക്കും അത് അറിയില്ല. അതതിൻ്റെ രസം. കാരണം ഏജൻസീസ് ഒക്കെ ഒന്ന് എനിക്ക് തോന്നുന്നത് അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ഡിഫറെന്റ് സർവീസസ് ആണ്. പെയ്ഡ് മാർക്കറ്റിംഗ്, SEO ഇതിനായിട്ട് ഇറങ്ങുന്ന ഏജൻസീസ് ഇല്ല. അപ്പൊ ഇതിന് വേണ്ടി മാത്രം ഇറങ്ങുന്ന ഒരു ഏജൻസിയാണ് കൺവേർഷൻ AB നമ്മുടെ ഏജൻസിന്റെ പേര്. യു ക്യാൻ ചെക്ക് ഓൺ ഇൻസ്റ്റാഗ്രാം പെർഹാപ്സ്. അപ്പൊ അവിടെ നമ്മൾ ഇതിന് വേണ്ടി മാത്രം ഇത് മാത്രമാണ് നിങ്ങൾ സിംഗിൾ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങളുടെ ഡാറ്റ വെച്ച് മനസ്സിലാക്കി നിങ്ങളുടെ സ്റ്റോറിൽ എന്തൊക്കെ രീതി ഒപ്റ്റിമൈസേഷൻ ചെയ്യാം, ടെസ്റ്റ് നടത്താം, അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ചിലത് ഫെയിൽ ആവും ഡെഫിനറ്റ്ലി. അതനുസരിച്ച് നമ്മൾ റിസൾട്ട് ഡ്രൈവ് ചെയ്യിക്കും. അതായത് പെർഫോമൻസ് മാർക്കറ്റിംഗ് ഏജൻസി ഉണ്ട്, SEO ഏജൻസി ഉണ്ട്, കണ്ടന്റ് ഏജൻസി ഉണ്ട്. ഫെലിക്സ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാണ്. കൺവേർഷൻ റേറ്റ് ഒപ്റ്റിമൈസ് ചെയ്യുന്ന ഒരു ഏജൻസി ഇല്ല. അതുകൊണ്ട് ഒരു CRO ഏജൻസി, പേരാണ് CRO ഏജൻസി. കുറെ ആൾക്കാർ ആൻഡ് അവരൊക്കെ ഈ പറഞ്ഞ CROനെ പറ്റി പറയുന്നുണ്ട്. അതാണ് ഞാൻ വിചാരിച്ചത്. അവരെല്ലാവരും ഈ പെർഫോമൻസ് മാർക്കറ്റിൽ ആ സ്റ്റേജിൽ തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ എല്ലാവരും ഈ CRO സ്റ്റേജിലാണ്. കാരണം അവർക്ക് മനസ്സിലായി ഈ ബ്രാൻഡ്സ് ഒക്കെ ഈ പെർഫോമൻസ് മാർക്കറ്റ് കഴിഞ്ഞിട്ട് ഒരു ലിമിറ്റ് ഉണ്ട് ഓൺ വാട്ട് ദേ കുഡ് റീച്ച്. CROയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. സോ അതാണ് എനിക്ക് ഓവറോൾ ഐഡിയ കിട്ടിയത്. അത് ഒരു പുഷായില്ലേ CRO ഏജൻസി കേരളത്തിൽ തുടങ്ങാൻ. അപ്പൊ ഞാൻ CRO ഏജൻസി പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ A/B ടെസ്റ്റ് ടൂൾ ഉണ്ടാക്കി ക്ലയന്റ് സൈഡ് വർക്ക് ചെയ്യേണ്ട A/B ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ. പക്ഷേ CRO ഏജൻസിന്റെ ഒരു കൺവിക്ഷൻ വന്നത് ഈ കാനഡ പോയപ്പോഴാണ്. ഷോപ്പിഫൈ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഉണ്ടായിരുന്നു. അവിടെ മറ്റേ വാക്കിംഗ് റോബോട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ആൾക്കാരുണ്ടാവും. നമ്മൾ ഓൺലൈൻ ത്രൂ പരിചയമുള്ള കുറേ ഷോപ്പിഫൈ പാർട്ട്നേഴ്സിനൊക്കെ നേരിട്ട് മീറ്റ് ചെയ്യാൻ പറ്റി. ദാറ്റ് വാസ് വെരി ഗുഡ് എക്സ്പീരിയൻസ്. ബ്ലൂ ടൈഗ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നുണ്ട്. നിഹാൽ വിളിച്ചു ചോദിച്ചു നിനക്ക് കുറച്ച് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തുകൂടെ. ഞാൻ വിടുന്നുണ്ട്. ഒരു പെട്ടി ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. കംഫർട്ടബിൾ ടെക് വിയർ ആണ് കേട്ടോ പറയുന്നത്. സോ ഇതെന്തായിരുന്നു? ടീഷർട്ട്
അല്ലേ? ഓഫീസ് ടീഷർട്ട് ഞാൻ ആഡ് കാണാറുണ്ട്. ഐ തിങ്ക് ഗുഡ് ജോബ് ഓൺ ലൈക്ക് സെൻഡിങ് ദ ആഡ്. അപ്പോൾ എനിക്ക് ഫൈനലി ഈ സംഭവം താങ്ക്സ് ഫോർ ദ ഓക്കെ അത് കിട്ടി ഫ്രീ ആയിട്ട്. ഷാന് ഒരു ഷോപ്പിഫൈൻ്റെ കാനഡയിൽ നിന്നൊരു ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്നുള്ള കുറച്ച് ഗിഫ്റ്റ് ഉണ്ട്. ഷോപ്പിഫൈൻ്റെ ഒരു ബുക്കും ഷോപ്പിഫൈൻ്റെ പാനും ഷോപ്പിഫൈൻ്റെ ബാഗും. അപ്പോൾ ഇത് ഞാൻ നമ്മളെ സ്പോൺസർ ഈ കോം ഷോനെ ഏൽപ്പിക്കാണ്. കാരണം ഈ കോം ഷോന്റെ നെസസറി ഉണ്ട്. ഈ കൊമേഴ്സിനെ പറ്റി കുറെ ആൾക്കാർ ഇവൻ നമ്മൾ ഇന്നലെ മീറ്റപ്പിൽ പോയപ്പോൾ തന്നെ ഒരു ഷോപ്പ് പോലും ഇല്ലാണ്ട് ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ട്. വാട്ട് കൈൻഡ് ഓഫ് ഇമ്പാക്ട് ദേ കുഡ് മേക്ക് ഇഫ് ദേ ഓൺ ഈ കൊമേഴ്സ് ഷോപ്പിഫൈ. അപ്പോൾ അതിന്റെ റെലവൻസ് ആ ഒരു മാർക്കറ്റ് പെനിട്രേറ്റ് ചെയ്യേണ്ട അത്യാവശ്യമുണ്ട്. അപ്പോൾ കീപ് ഡൂയിങ് ദ ഗ്രേറ്റ് വർക്ക്, കീപ് ഡൂയിങ് ദ ഗ്രേറ്റ് വർക്ക് ടീം. അപ്പോൾ ഇത് ഷോപ്പിഫൈ രീതിയിൽ താങ്ക് യു. അടുത്ത പ്രാവശ്യം നമ്മൾ ഒരുമിച്ച് പോകും ഡെഫിനറ്റ്ലി.